റെക്കോർഡ് ക്ലാസ് കഴിഞ്ഞാൽ റെക്കോർഡ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും ലൈവ് മിസ്സായി പോകരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ഓഫ് സപ്ലൈ ഫുൾ ചാപ്റ്റർ. ഓക്കെ, ടൈം ഓഫ് സപ്ലൈയുടെ ഫുൾ ചാപ്റ്റർ ഇൻക്ലൂഡിങ് ഞാൻ പറഞ്ഞ് ക്ലാരിഫിക്കേഷൻ, സർക്കുലർ, 1-2 ക്ലാരിഫിക്കേഷൻ സർക്കുലർ മാത്രമേ ഉള്ളൂ. ആൻഡ് ക്ലാരിഫിക്കേഷൻ ഇല്ല, ടൈം ഓഫ് സപ്ലൈയിൽ ഒന്നുമില്ല, ക്ലാരിഫിക്കേഷൻ സർക്കുലർ ഒന്നുമില്ല, ടൈം ഓഫ് സപ്ലൈ പ്രൊവിഷൻ മാത്രമേ ഉള്ളൂ. ആൻഡ് അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിട്ടുള്ളത്. സോ അതും കൂടി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് മൈ ടാർഗറ്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തീർക്കാവുന്ന രീതിയിൽ പെട്ടെന്ന് പ്രൊവിഷനൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകാം. ആൻഡ് ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടിരിക്കും. ഷാൽ വി സ്റ്റാർട്ട്? ഒരു യെസ് പറയോ? ഒരു യെസ്, എല്ലാവരും ഒന്ന് ഒരു ഷാൽ വി സ്റ്റാർട്ട്? യെസ് ഒന്ന് പറയോ ചാറ്റ് ബോക്സിൽ? ഓക്കെ, യാ ഫൈൻ, ലെറ്റ്സ് ഗോ. ഓക്കെ, എടാ, ഈ ടൈം ഓഫ് സപ്ലൈ ഞാൻ എല്ലാ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുന്നേയും മീൻസ് വൈ ദിസ് ചാപ്റ്റർ എന്ന് ഞാൻ പറയാറുണ്ട്. എന്തിനാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതെന്നല്ല. സപ്ലൈ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ടൈം ഓഫ് സപ്ലൈയുടെ ഈ ചാപ്റ്ററിന്റെ റെലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ, നമ്മൾ ഈ GST അടയ്ക്കേണ്ട സമയം എപ്പോഴാണ് എന്നുള്ളത് കണ്ടെത്തണ്ടേ? അപ്പോൾ പല പല മാസങ്ങളുണ്ട് ഇവിടെ, അല്ലേ? പല പല മാസമുണ്ട്. അപ്പോൾ ഏത് പീരീഡിലാണ് ആ GST റൈസ് ചെയ്യുന്നത്? ആ റൈസ് ചെയ്യുന്ന ഏത് പീരീഡിലാണ് എന്ന് കണ്ടെത്തണം. അപ്പം ആ സപ്ലൈയുടെ ടൈം എപ്പോഴാണ്, അതെങ്ങനെ ഡിസൈഡ് ചെയ്യേണ്ടത് എന്ന് ഉള്ള അതാണ് ഇതിൻ്റെ ലോജിക്ക് ആക്ച്വലി. ആ സപ്ലൈ നടന്ന്, ഓക്കെ, സപ്ലൈ എങ്ങനെ നടക്കുക, എപ്പോഴാണ് നടക്കുക, സപ്ലൈ ആണോ അല്ലേ, അതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, സീക്വൻസ് ആയിട്ട് വരുന്നതിനെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ടൈം എപ്പോഴാണ്, ആ സപ്ലൈ നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ സമയം എപ്പോഴാണ്, ദാറ്റ് മീൻസ് അതിൻ്റെ സമയം എങ്ങനെ നിശ്ചയിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ തോന്നിയ പോലെ പറ്റില്ല, അതിനൊരു പ്രൊവിഷൻസ് ഇറക്കി, അതിന് കുറച്ച് ലോസ് ഇറക്കി. അപ്പം അതിൻ്റെ നിയമം പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 12ഉം സെക്ഷൻ 13. ഓക്കെ, ഇപ്പോൾ സപ്ലൈ ഓഫ് ഗുഡ്സ്, ദാറ്റ് മീൻസ് ഗുഡ്സിൻ്റെ കേസിലെ ടൈം ഓഫ് സപ്ലൈ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 12. സബ്സെക്ഷൻ പഠിച്ചില്ലെങ്കിലും മെയിൻ സെക്ഷൻ പഠിച്ചു വെക്കുക. സെക്ഷൻ 12 ആണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. സർവീസസിൻ്റെ പ്രൊവിഷൻ പറയുന്നതാണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് പറയുന്നതാണ് സെക്ഷൻ 13. ഇപ്പോൾ സെക്ഷൻ 12ഉം സെക്ഷൻ 13. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ഓവർവ്യൂ പറയുകയാണെങ്കിൽ, ഇവിടെ ആദ്യം നമ്മൾ ഫോർവേഡ് ചാർജും റിവേഴ്സ് ചാർജും എന്ന് പറഞ്ഞ 2 സാധനമുണ്ട്. ഫോർവേഡ് ചാർജ് ആൻഡ് റിവേഴ്സ് ചാർജ്. ഇതെന്താണെന്ന് അറിയാവോ? ഫോർവേഡ് ചാർജും റിവേഴ്സ് ചാർജും പെട്ടെന്നൊന്ന് ആൻസർ പറഞ്ഞേ നമ്മളെ ചാറ്റ് ബോക്സിൽ. മീൻസ് വെദർ യു നോ അബൌട്ട് ഫോർവേഡ് ചാർജ് ഓർ റിവേഴ്സ് ചാർജ്. ഫോർവേഡ് ചാർജ് അല്ലെങ്കിൽ അത് ഞാൻ ഡിസ്കസ് ചെയ്യണം. ഫോർവേഡ് ചാർജ് എന്താ, റിവേഴ്സ് ചാർജ് എന്താണെന്നുള്ളത് അറിയില്ലെങ്കിൽ നോ എന്ന് പറയാം, ഐ വിൽ എക്സ്പ്ലെയിൻ. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യണം എന്ന് പറയാം, ഐ വിൽ എക്സ്പ്ലെയിൻ. പെട്ടെന്ന് എല്ലാവരും ഒരു കുറച്ചും കൂടി റിപ്ലൈസ് കിട്ടി കഴിഞ്ഞാൽ വിൽ ജസ്റ്റ് ഞാൻ ബ്രീഫ് ഔട്ട് ചെയ്തിട്ട് പോകും. ഡിസ്കസ് ചെയ്യാം. എടാ, നമ്മുടെ ഓക്കെ, എടാ, സാധാരണഗതിയിൽ എടാ നിങ്ങളൊരു സാധനം വാങ്ങാൻ പോവാണ്, നിങ്ങളൊരു എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഞാൻ സിമ്പിളായിട്ട് എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ എടാ, ഒരു ഞാൻ എപ്പോഴും എടുക്കുന്ന എക്സാമ്പിൾ ചെരുപ്പാണ്. നിങ്ങളൊരു ചെരുപ്പ് വാങ്ങാൻ പോവാണ്. ഓക്കെ, വേണ്ടാന്ന് പറയുന്നവരുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങളൊരു ചെരുപ്പ് വാങ്ങാൻ പോവാണ്. ഒരു ചെരുപ്പ് വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ആ ചെരുപ്പിൻ്റെ വില 400 രൂപയാണെങ്കിൽ 400 ഈസ് ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ആണ്. ഇൻക്ലൂഡിങ് ടാക്സ് ആണ് 400 രൂപ. അപ്പോൾ 400 രൂപ നിങ്ങൾ ടാക്സ് അടക്കമാണ് നിങ്ങൾ 400 രൂപ കൊടുക്കുന്നത്, അല്ലേ? ആ സാധനം തരുന്ന ആൾക്ക്, ആ കച്ചവടക്കാരന്. ഓക്കെ, അപ്പോൾ ടാക്സ് അടക്കം നിങ്ങൾ കൊടുത്തിട്ട് ആ ടാക്സ് അയാൾ അടക്കുന്നുണ്ട്. മീൻസ് ആരടക്കുന്നത്? ഗവൺമെൻറ്റിക്ക് നിങ്ങളാണോ അതോ അയാളാണോ അടക്കുന്നത്? ദാറ്റ് മീൻസ് ആ കച്ചവടക്കാരൻ ബിസിനസ് ആണോ, നമ്മളെ കസ്റ്റമറായ നമ്മളാണോ ടാക്സ് ഗവൺമെൻറ്റിക്ക് അടക്കുന്നത്? ഇറ്റ്സ് ഗവൺമെൻറ് ആരാ അടക്കുന്നത്? ആ കച്ചവടക്കാരൻ, ആ സപ്ലയർ, ദാറ്റ് മീൻസ് ആ ബിസിനസ് ആണ് എന്ത് ചെയ്യുന്നത്, അടക്കുന്നത്. അപ്പം ഞാനിവിടെ അറിയുന്നില്ല അയാൾ അടക്കുന്നുണ്ടില്ല എന്ന് ഞാൻ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പേ ചെയ്ത് ടാക്സ്. അതുകൊണ്ടാണല്ലോ ഇത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഇൻഡയറക്ട്ലി ആണ് ഗവൺമെൻറ്റിക്ക് എത്തുന്നത്, ഡയറക്ട്ലി അല്ല. ഓക്കെ, അപ്പം ഇങ്ങനെ പോകുന്ന ഈ സീക്വൻസിനെയാണ് ഫോർവേഡ് ചാർജ് എന്ന് പറയാം. ദാറ്റ് മീൻസ് ഒരു റിസീപ്യൻറ്റും ഒരു സപ്ലയറും ഉണ്ടെങ്കിൽ ആ റിസീപ്യൻറ്റ് ഇൻക്ലൂഡിങ് ടാക്സ് ഈ സപ്ലയർക്ക് കൊടുത്തിട്ട് ആ സപ്ലയർ ആ ടാക്സ് എന്ത് ചെയ്യാണ്, ഗവൺമെൻറ്റിക്ക് പേ ചെയ്യുന്നതാണ് ഫോർവേഡ് ചാർജ്. ദാറ്റ് മീൻസ് നോർമൽ കേസ്. ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ബേസ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു വേറൊരു ബേസ് ആണ് ഈ റിവേഴ്സ് ചാർജ് എന്ന് പറയുമ്പോൾ. ഇതേ കേസ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ റിസീപ്യൻറ്റ്, അയാൾ സപ്ലയർ. ഞാൻ 400 ഒരു 300 രൂപയുടെ സാധനമാണ് കൂട്ടുക. 300 രൂപയുടെ ആ സാധനത്തിൻ്റെ വില 300 രൂപ. 20 രൂപയാണ് അതിൻ്റെ ടാക്സ് എന്ന് കൂട്ടാം. ജസ്റ്റ് നമ്മൾ എക്സാമ്പിൾ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ 300 രൂപ, 20 രൂപ ടാക്സ്. അപ്പോൾ 300 രൂപ പ്ലസ് 20, 320 ആക്ച്വലി റിസീപ്യൻ്റ് ആയ ഞാൻ ആ സപ്ലയർക്ക് പേ ചെയ്യേണ്ടത്. ശരിയല്ലേ? ഓക്കെ, റിസീപ്യൻ്റ് ആയ ഞാൻ എന്ത് ചെയ്യേണ്ടത്, അയാൾക്ക് പേ ചെയ്യേണ്ടത് 320 ഞാൻ റിവേഴ്സ് ചാർജിൻ്റെ കേസിൽ എത്ര പേ ചെയ്യുള്ളൂ? അയാൾക്ക് 300 പേ ചെയ്യും. 20 രൂപ ഞാൻ പേ ചെയ്യൂല, അയാൾക്ക് പേ ചെയ്യൂല. പകരം ആ 20 എന്താ, ടാക്സ് ആണ്. യഥാർത്ഥത്തിൽ എന്താ ഉണ്ടാവുക, ആ 20 രൂപയും കൂടി അയാൾക്ക് പേ ചെയ്തിട്ട് അയാൾ അതെന്ത് ചെയ്യും, ഗവൺമെൻറ് അടക്കുക ചെയ്യുക 20 രൂപ എൻ്റെ പേരിൽ. ശരിയല്ലേ? ഇതല്ലേ നടക്കുന്നത്? അതിന് പകരം ഞാൻ തന്നെ ഈ 20 രൂപ ഗവൺമെൻറ് അടക്കുന്നു, ഞാൻ തന്നെ അത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് തിരിച്ചെടുക്കുന്നത്. ഇതാണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. ദാറ്റ് മീൻസ് ടാക്സ് റിസീപ്യൻ്റ് തന്നെ ഗവൺമെൻറ് അടക്കുന്നു ഡയറക്ട്ലി. റിവേഴ്സ് ചാർജ്.
ഓക്കെ, ഇതാണ് പ്യുവർലി പച്ച താഴ്ന്നുകൊണ്ട് നമ്മൾ റിവേഴ്സ് ചാർജിന്റെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് റിവേഴ്സ് ചാർജ് ഡെഫിനേഷൻ ഒന്നും പറയാതെ. ദാറ്റ് മീൻസ് റിസീവ് പെന്നെ ഡയറക്ട്ലി സപ്ലയർക്ക് പേ ചെയ്യാതെ ഡയറക്ട്ലി ഗവൺമെന്റിക്ക് റിസീവ് പെന്നെ ടാക്സ് അടക്കുന്ന ഒരു മെക്കാനിസം ആണ് റിവേഴ്സ് ചാർജ് മെക്കാനിസം. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ഓഫ് ഫോർവേഡ് ചാർജ് മെക്കാനിസം. ഈസ് ദാറ്റ് ക്ലിയർ? റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്താണ്? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? പെട്ടെന്ന് സ്പീഡ്. യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്. ഓക്കെ, ഫൈൻ. ഇതാണ് റിവേഴ്സ് ചാർജ്. അപ്പോൾ റിവേഴ്സ് ചാർജ് എല്ലാ കേസിലും വരുമോ? RCM സർക്കുലേഴ്സ് വന്നിട്ടുണ്ടോ? RCM സർക്കുലേഴ്സ് അതിൽ പ്രത്യേകിച്ച് പുതിയൊന്നും വന്നിട്ടില്ല. ഐ തിങ്ക് ഇല്ല തോന്നുന്നു. ഓക്കെ, ഞാൻ അമെൻമെന്റ്സിൽ പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമെൻമെന്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ? റിമെമ്പർ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, RCMന്റെ മീൻസ് RCM എല്ലാ കേസിലും വരും? എല്ലാ കേസിലും RCM വരും? ഇല്ല. നോട്ടിഫൈഡ് സപ്ലൈസിന്റെ മുകളിൽ. കറക്റ്റ്. കറക്റ്റ്. നോട്ടിഫൈഡ് സപ്ലൈസിന്റെ മുകളിലാണ് എന്ത് ചെയ്യുക? RCM വരിക. RCM ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫ്രം എക്സാം പെർസ്പെക്റ്റീവിൽ. RCM റിയലി ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും എക്സാം പെർസ്പെക്റ്റീവിൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ഏരിയയാണ് RCM. കാരണം ഇവിടെയും വരുന്നുണ്ട്. ടൈം ഓഫ് സപ്ലൈയിൽ RCM കണക്ട് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ചെയ്യാം, ഒരു ഭയങ്കര ക്വസ്റ്റ്യൻ, നല്ല അടിപൊളി ക്വസ്റ്റ്യൻ. RCM പഠിച്ചില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വരുന്നുണ്ട്. അപ്പോൾ ഒക്കെ കണക്റ്റഡ് ആണ് ഈ പറഞ്ഞ IDT. കാരണം ഒന്ന് പഠിച്ചില്ലെങ്കിൽ ഒന്നിൽ മറ്റേ എഫക്ട് ചെയ്യും അത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ എല്ലാ പ്രൊവിഷനും പഠിക്കുക, എല്ലാ ചാപ്റ്ററും പഠിക്കുന്നതാണ് നല്ലത് IDTയിൽ, വിട്ടുപോകാതെ. ഓക്കെ, അപ്പം നമ്മൾ RCM എന്താണെന്ന് പഠിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സും സർവീസിന്റെ ടൈം നോക്കുമ്പോൾ ഫോർവേഡ് ചാർജിന്റെ കേസിലുള്ള ടൈം നോക്കണം, ടൈം ഓഫ് സപ്ലൈ നോക്കണം, അതേപോലെ റിവേഴ്സ് ചാർജിന്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ നോക്കണം. ഇതാണ് നമ്മളെ ഫസ്റ്റ് ടാർഗറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കേസ്. ഓക്കെ, ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ റിവേഴ്സ് ചാർജും ഫോർവേഡ് ചാർജും, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസിന്റെ റിവേഴ്സ് ചാർജും ഫോർവേഡ് ചാർജും. അപ്പോൾ അങ്ങനെ പല ടെക്സ്റ്റ് ബുക്കിലും ഞാൻ കണ്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് പഠിക്കും. ഓക്കെ, ഗുഡ്സിന്റെ ഫോർവേഡും റിവേഴ്സും പഠിച്ചിട്ടേക്കാണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസൊക്കെ പോകുക. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഫോർവേഡ് ചാർജിൽ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എങ്ങനെ, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് എങ്ങനെ, റിവേഴ്സ് ചാർജിൽ ടൈം ഓഫ് സപ്ലൈ ഗുഡ്സ് എങ്ങനെ, ടൈം ഓഫ് സപ്ലൈ സർവീസ് എങ്ങനെ. അതാണ് കുറച്ചും കൂടി എളുപ്പം എന്ന് തോന്നുന്നു. നമുക്ക് ആ രീതിക്ക് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർവേഡ് ചാർജിൽ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ്. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സും ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസും. ഏതാ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കേസിൽ നമുക്ക് ഇനി ഇതിൽ നമ്മളെ മെറ്റീരിയൽ നോക്കാം. ഇവിടെ മെറ്റീരിയൽ. ഓക്കെ, 1 സെക്കൻഡ്. ഓപ്പൺ ചെയ്താൽ ഓക്കെ. ഓക്കെ, അവിടെ നോക്കണം. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് താഴെട്ടാ സെക്ഷൻ നമ്പർ 12 സബ്സെക്ഷൻ 2. ഈ മെയിൻ സെക്ഷനെങ്കിലും വരക്കല്ലേ. ഓക്കെ, സെക്ഷൻ നമ്പർ 12 സബ്സെക്ഷൻ 2. ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഷാൽ ബി ഏർലിയർ ഓഫ് ദി ഫോളോയിങ് ഡേറ്റ്സ്. താഴെ പറയുന്ന 2 ഡേറ്റ് ഉണ്ട്. ആ 2 ഡേറ്റിൽ ഏതാണോ ആദ്യം നടക്കുന്നത് അതാണ് എന്ത്? ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കേസിൽ. ഒരു ഡേറ്റ് എന്താ? ഞാൻ ജസ്റ്റ് ഒന്ന് ഫുള്ള് വായിക്കുന്നില്ല, ജസ്റ്റ് വായിക്കണം. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്. ഗുഡ്സ് സപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാലും ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യില്ലേ? അപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ് അത് ഒന്നെങ്കിൽ അത്, ബാക്കി ഞാൻ വായിച്ചിട്ടില്ല കേട്ടോ. 2 അല്ലെങ്കിൽ ഡേറ്റ് ഓൺ വിച്ച് സപ്ലൈ റിസീവ്സ് ദി പേയ്മെന്റ്. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ പേയ്മെന്റ് കിട്ടിയ ഡേറ്റ്. ഇതിൽ ഏതാണോ ആദ്യം നടന്നത് അതാണ് ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഇപ്പൊ പല ആൾക്കാരുടെ മൈൻഡിൽ ഒരു സാധനം ഓടും, സാറേ ഈ അഡ്വാൻസ് ഈ പറഞ്ഞ പേയ്മെന്റ് റിസീവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കറക്റ്റ് ആവുക അഡ്വാൻസിന്റെ കേസിലൊക്കെ? അതെ, അങ്ങനെ ഉണ്ട്, ആ പ്രൊവിഷൻ ഉണ്ട്. പക്ഷേ അത് സർക്കുലർ ആയിട്ട് പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് പിന്നെ വന്നതാണ്. പക്ഷേ പ്രൊവിഷൻ സ്റ്റിൽ ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് എഴുതി വെക്കണം. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കേസ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പ്രൊവിഷൻ എഴുതുമ്പോൾ സെക്ഷൻ 12 സബ്സെക്ഷൻ 2 എഴുതുമ്പോൾ ഇത് രണ്ടും എഴുതണം. ഓക്കെ, ഈ സി ഇല്ല കേട്ടോ, സി ഇല്ല. ഓക്കെ, മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഇത് രണ്ടും എഴുതണം. രണ്ടും എഴുതില്ലെങ്കിൽ മാർക്ക് കിട്ടൂല. ഓക്കെ, അപ്പോൾ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എഴുതുമ്പോൾ ഏർലിയർ ഓഫ് ദി ഫോളോയിങ്. അപ്പോൾ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് മാത്രം എഴുതിയാൽ പോരാ. നിങ്ങൾ ഓൾറെഡി പഠിച്ചുകൊണ്ടാണ് പറയുന്നത് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് മാത്രം എഴുതിയാൽ പോരാ. കാരണം അഡ്വാൻസിന്റെ കേസ് നിങ്ങൾക്ക് അവിടെ ഡൗട്ട് വരും. അത് പിന്നീട് ക്ലാരിഫൈ. അപ്പം ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രൊവിഷൻ എഴുതണം, അതുപോലെ തന്നെ അഡ്വാൻസിന്റെ ആ പ്രൊവിഷൻ എഴുതി വെക്കണം. രണ്ടും എഴുതി വെക്കണം. ഒറ്റയടിക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നും കൂടി പറയാണ്. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലിയർ ഓഫ് ദി ഫോളോയിങ്. ഏതൊക്കെയാണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ഏതാണോ ആദ്യം നടക്കുന്നത് അതാണ് എന്ത്? അതിന്റെ സപ്ലൈ ഓഫ് ഗുഡ്സ്, ടൈം ഓഫ് സപ്ലൈ. ഇനി അവിടെ പറയുന്ന മറ്റൊരു പ്രൊവിഷൻ എന്തായിരുന്നു? ഈ അഡ്വാൻസിന്റെ കേസ്. ദാറ്റ് മീൻസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്വാൻസിന്റെ കേസിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അഡ്വാൻസ് റിസീവ് ചെയ്യണം. ദാറ്റ് മീൻസ് ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് ആദ്യം നടക്കുക. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് പേയ്മെന്റ് റിസീവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അഡ്വാൻസ് കിട്ടിയെന്നല്ലേ? അല്ലേ? ഇൻവോയ്സും സാധനം കൊടുക്കുന്നതിനൊക്കെ, സാധനം കൊടുത്താലാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ പൈസ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് അഡ്വാൻസ് കിട്ടിയെന്നാണ്. മുമ്പ് പ്രൊവിഷൻ ഇങ്ങനെ തന്നെയാണ്. മുമ്പ് ഈ ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. ദാറ്റ് മീൻസ് അഡ്വാൻസിന്റെ കേസിൽ.
ക്ലാരിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് കൊണ്ടുവന്നിട്ട് പറഞ്ഞ്, പിന്നീടാണ് വന്നത്, GST വന്ന ടൈമിലില്ല, പിന്നീട് വന്നിട്ട് പറഞ്ഞ് അഡ്വാൻസ് റിസീവ് ചെയ്യുന്ന കേസിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, GST അടക്കണ്ട. ദാറ്റ് മീൻസ് ടൈം ആവുന്നില്ല, GST അടക്കാനുള്ള ടൈം ആവുന്നില്ല, ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആയിട്ട് കൺസിഡർ ചെയ്യണ്ട. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കേസിൽ ഇപ്പം എന്ത് മാത്രം നോക്കുള്ളൂ, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് മാത്രമല്ലേ നോക്കുള്ളൂ, അതല്ല അതിന്റെ അൾട്ടിമേറ്റ്. അപ്പോൾ ആ പ്രൊവിഷൻ ഓവർകം ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്ത് ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നിട്ട് പറഞ്ഞ് ഈ അഡ്വാൻസസിന്റെ കേസിൽ എന്ത് വരില്ല, GST വരില്ല, അങ്ങനെ പറഞ്ഞ്. അത് ആ ക്ലാരിഫിക്കേഷൻ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. നോ GST ഓൺ അഡ്വാൻസസ് റിസീവ്ഡ് ഫോർ സപ്ലൈ ഓഫ് ഗുഡ്സ്. ഗുഡ്സിന്റെ കേസിൽ ഞാൻ അടിവരയിട്ട് പറയുന്നത് ഗുഡ്സിന്റെ കേസിൽ, സർവീസസിന്റെ കേസിലില്ല. ഫോർവേഡ് ചാർജിൽ ഗുഡ്സിന്റെ കേസിൽ അഡ്വാൻസ് കിട്ടുകയാണെങ്കിൽ അതിന് എന്തില്ല, GST ഇല്ല. അത് എപ്പോഴാണ് അതിന്റെ GST വരും, അതിന്റെ ടൈം എപ്പോഴാണ് അറൈസ് ചെയ്യുക, അപ്പം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻ കേസ് ഓഫ് ഫോർവേഡ് ചാർജ് സിംപ്ലി പറയുകയാണെങ്കിൽ ഏതാ വരിക, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. പക്ഷേ പ്രൊവിഷൻ എഴുതുമ്പോൾ എന്ത് എഴുതണം, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഓർ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ എന്നുള്ളതാണ് പ്രൊവിഷൻ എഴുതുമ്പോൾ വരിക. സെക്ഷൻ 12 സബ്സെക്ഷൻ 2 അതിന്റെ താഴെ തന്നെ നോ GST ഓൺ അഡ്വാൻസ് റിസീവ്ഡ് ഫോർ ദി സപ്ലൈ ഓഫ് ഗുഡ്സ് എന്നും എഴുതി കൊടുക്കണം. ഇനി വേറൊരു പ്രശ്നം, ഈ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, ഏതാണ് ആ ഡേറ്റ്? ദാറ്റ് മീൻസ് ഏതാണ് ആ ഡേറ്റ്, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് എന്ന് പറയുന്നത് ഏതാണ് ആ ഡേറ്റ്? ഇനി ഞാൻ അതിന്റെ ബാക്കി പോർഷൻ കൂടി വായിക്കുകയാണ്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബൈ ദി സപ്ലയർ or the last date on which he is required under section 31 to issue the invoice with respect to the supply. ഇത് ഇതേപോലെ തന്നെ പ്രൊവിഷൻ എഴുതുമ്പോൾ എഴുതി കൊടുക്കണം. കാരണം ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് മാത്രം എഴുതാൻ പറ്റില്ല. കാരണം സെക്ഷൻ 31 അനുസരിച്ച് ഗുഡ്സിന്റെ കേസിൽ എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ഈ പറഞ്ഞ ഇൻവോയ്സിന്റെ കേസിൽ, മീൻസ് ഗുഡ്സിന്റെ കേസിൽ ഇൻവോയ്സ് അപ്ലൈ ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്ന പ്രൊവിഷൻ എന്താ, ഗുഡ്സിന്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സോ, ഇനി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ലെങ്കിൽ എപ്പോഴാണോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടിയിരുന്നത് ആ ഡേറ്റോ, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ട ഡേറ്റ് എന്നുള്ളത് സെക്ഷൻ 31 പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ സാധനം ലിങ്ക്ഡ് വിത്ത് സെക്ഷൻ 31. അപ്പോൾ സെക്ഷൻ 31 പറയുന്നുണ്ട് എപ്പോഴാണ് നിങ്ങൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇത് ശരിക്കും മനസ്സിലാക്കണം. എന്താ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ആണ്. ഇനി ഇൻവോയ്സ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ആണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. പക്ഷെ അവിടെ പറയുന്ന വേറൊരു പ്രൊവിഷനും കൂടി എന്താ, ലാസ്റ്റ് ഡേറ്റ് ഓൺ വിച്ച് ഹി ഈസ് റിക്വയർഡ് അണ്ടർ സെക്ഷൻ 31, അതും പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് സപ്പോസ് അയാൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തില്ലെങ്കിലോ, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല, സാധനം കൊടുത്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ടൈം ഓഫ് സപ്ലൈ കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ അത് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞത്. സെക്ഷൻ 31 അനുസരിച്ച് പറയുന്നുണ്ട് എപ്പോഴാണ് നിങ്ങൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഡേറ്റ് എടുക്കും. മനസ്സിലായ? ഇതൊക്കെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാറ്റ് മീൻസ് ലൂപ്പ് ഹോൾ കണ്ടെത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ലോക്ക് ചെയ്തത്. അവിടെ പറഞ്ഞത് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് മാത്രം പറയാൻ നോട്ടിക്കോ. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തില്ല, എന്ത് ചെയ്യും? ടൈം ഓഫ് സപ്ലൈ ആയില്ല എന്ന് പറയുമോ? പറയില്ല. മീൻസ് അങ്ങനെ ഒരു കോൺഫ്ലിക്ട് വരില്ല അവിടെ. അപ്പോൾ അതിന് പകരമായിട്ടാണ് എന്ത് പറഞ്ഞത്, അവിടെ തന്നെ പറഞ്ഞ് എന്ത്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സെക്ഷൻ 31 അനുസരിച്ച് ലാസ്റ്റ് ഡേറ്റ് എന്നാണോ ആ ഡേറ്റ് എടുക്കും, അത്രേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഇതിനുമായിട്ട് ചേർത്ത് പഠിക്കേണ്ട ഒരു സാധനം എന്താ, സെക്ഷൻ 31. സെക്ഷൻ 31 അവിടെ അറിയുന്നത് എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം നമുക്കത് നോക്കിയിട്ട് തിരിച്ചു വരാം, അതായിരിക്കും നല്ലത്. എവിടെ സെക്ഷൻ 31? ഓക്കെ, സെക്ഷൻ 31 സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കേസിൽ എപ്പോഴാണ് ഇഷ്യൂ ചെയ്യേണ്ടത് ഇൻവോയ്സ് എന്ന് പറയുന്നത്. ദ രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലൈയിങ് ടാക്സബിൾ ഗുഡ്സ് ഷാൾ, ഓക്കെ, ബിഫോർ ഓർ അറ്റ് ദ ടൈം, ബിഫോറും ചെയ്യാം അറ്റ് ദി ടൈമും ചെയ്യാം. ഏതിന്റെ ബിഫോർ അല്ലെങ്കിൽ അറ്റ് ദി ടൈം? റിമൂവൽ ഓഫ് ഗുഡ്സ് റിമൂവ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പോ അല്ലെങ്കിൽ അറ്റ് ദി ടൈം റിമൂവ് ചെയ്യുന്ന സമയം. ആഫ്റ്റർ പറ്റുമോ? പറ്റൂല. ദാറ്റ് മീൻസ് ഗുഡ്സ് റിമൂവ് ചെയ്തതിന്റെ ശേഷം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്, കൺസിഡർ ചെയ്യില്ല ആ ഡേറ്റ്. ഓക്കെ, ദെൻ വേർ ദി സപ്ലൈ ഇൻവോൾവ്സ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഉള്ള കേസിൽ റിമൂവൽ ഓഫ് ഗുഡ്സിന്റെ ബിഫോർ ഓർ അറ്റ് ദി ടൈം. ഇനി ഡെലിവറി ഓഫ് ഗുഡ്സ് ആർ മേക്കിംഗ് അവൈലബിൾ ദർ ഓഫ് ടു റെസിപ്പിയന്റ്. ദാറ്റ് മീൻസ് ഗുഡ്സ് ഡെലിവർ ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്ക് അവൈലബിൾ ആക്കി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മോൾ പ്രോപ്പർട്ടി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ, വല്ല മെഷീനറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇഷ്യൂ എ ടാക്സ് ഇൻവോയ്സ് ഷോയിങ് ഡിസ്ക്രിപ്ഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേസിലും എന്താണ്, ബിഫോർ ഓർ അറ്റ് ദി ടൈം ഓഫ് റിമൂവൽ ഓഫ് ഗുഡ്സ്, അല്ലെങ്കിൽ ബിഫോർ ഓർ അറ്റ് ദി ടൈം ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ്. അപ്പോൾ സിമ്പിളായിട്ട് ചുരുക്കത്ത് പറയാന്നുണ്ടെങ്കിൽ സെക്ഷൻ 31 അനുസരിച്ച് എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്, ഗുഡ്സ് പോകുന്നതിന് മുന്നേ, ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ തൊട്ട് മുന്നേ ഞാൻ എന്ത് ചെയ്യണം, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ഗുഡ്സ് പോകുന്നതിന് തൊട്ട് മുന്നെയോ അല്ലെങ്കിൽ ഗുഡ്സ് പോകുന്ന ആ സമയത്തോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിരിക്കണം. ആഫ്റ്റർ ഗുഡ്സ് റിമൂവൽ പറ്റൂല. ഓക്കെ, സെക്ഷൻ 31 ബാക്കി തിരിച്ച് പിന്നെ വരാം. ഓക്കെ, അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്, അത് പിന്നെ വരാം. അതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് തിരിച്ച് തന്നെ വരാം. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഓഫ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗുഡ്സിന്റെ കേസിൽ. കാരണം ഇത് വെച്ചിട്ടാണ് അവർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, നല്ലോണം ഉണ്ടാക്കാൻ പറ്റും. കാരണം ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തില്ല, അപ്പം റിമൂവൽ നിങ്ങൾ എങ്ങനെ ഈ ഡേറ്റിലാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു കേസ് സ്റ്റഡി പോലെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. അപ്പോൾ ഈ പ്രൊവിഷൻ അറിഞ്ഞില്ല വെച്ചാൽ നമുക്ക് അതിനൊരു ഉത്തരം എഴുതാൻ പറ്റില്ല. അപ്പം ചുരുക്കത്തിൽ നമ്മൾ മലയാളത്തിൽ എങ്ങനെ മനസ്സിലാക്കി വെക്കാം, പ്രൊവിഷനൊക്കെ വിടും. ഒരു ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മളെ അതിൻ്റെ ഡേറ്റ്, ദാറ്റ് മീൻസ് അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എങ്ങനെ കണ്ടെത്താം?
ഒന്ന് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് മാത്രം നോക്കിയാൽ മതി. അവിടെ പേയ്മെന്റിന്റെ റിസീറ്റ് ഓഫ് പേയ്മെന്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഫോർ എന്ത് നമ്മളെ ടൈം ഓഫ് സപ്ലൈ കണ്ടെത്താൻ. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് നോക്കുമ്പോൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് തന്നിട്ടുണ്ടാവും. ഇനി വേറൊരു കേസ് ഉണ്ട് കേട്ടോ. സപ്പോസ് ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾ ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറയണം ചാറ്റ് ബോക്സിൽ. ഓക്കെ, എടാ ഞാൻ ഒരു സപ്ലയർ ആണ്, ഞാൻ ഒരു ഗുഡ്സ് വിറ്റ്, ശ്രദ്ധിച്ചേക്കണേ, ഗുഡ്സ് വിറ്റ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ 27 ഓക്കെ, സെപ്റ്റംബർ 27 എൻ്റെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ 27. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 27 അയാൾ ഗുഡ്സ് വിറ്റത്. അയാൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് സെപ്റ്റംബർ 25 ഓക്കെ, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് സെപ്റ്റംബർ 25, ഗുഡ്സ് റിമൂവ് ചെയ്തത് സെപ്റ്റംബർ 27. ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണ്? പേയ്മെൻറ്റിനെ കുറിച്ചൊന്നും പറയുന്നൊന്നുമില്ല. സെപ്റ്റംബർ 25 ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത്, സെപ്റ്റംബർ 27 ഗുഡ്സ് റിമൂവ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ ഏതാണ്? സിമ്പിളായിട്ട് പറയാം, സെപ്റ്റംബർ 25 ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. അവിടെ എന്താ കോംപ്ലിക്കേഷൻ? സെപ്റ്റംബർ 25. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇയാൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത്, ദാറ്റ് മീൻസ് ഗുഡ്സ് റിമൂവ് ചെയ്തത് സെപ്റ്റംബർ 27 തന്നെ, പക്ഷേ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് സെപ്റ്റംബർ 30 അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണ്? ഗുഡ്സ് റിമൂവ് ചെയ്തത് 27, പക്ഷേ അയാൾ ബില്ലടിച്ചത് സെപ്റ്റംബർ 30, സെപ്റ്റംബർ 27. ഓക്കെ ഓക്കെ ഫൈൻ. ഇനി ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ ഒരു ഉപയോഗം ഞാൻ പറഞ്ഞു തരട്ടെ. ഇപ്പോൾ സപ്പോസ് അയാൾ ഈ ഗുഡ്സ് റിമൂവ് ചെയ്തത് സെപ്റ്റംബർ 27, പക്ഷെ അയാൾ എന്താ പറയുക, ഇൻവോയ്സ് അടിച്ചത് ഒക്ടോബർ 1. ഏതാണ് ഡേറ്റ് വരിക? ഏതാണ് ടൈം ഓഫ് സപ്ലൈ? സെപ്റ്റംബർ 27 ആണോ ഒക്ടോബർ 1? സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ചോദിച്ചത്. ആൻസർ എന്താ? സെയിം, സെപ്റ്റംബർ 27 തന്നെയല്ല ആൻസർ അല്ലേ? പക്ഷെ ഒന്ന് നോക്കിയേ, ഇയാൾ പറയുകയാണ് ഞാൻ ഒക്ടോബർ 1 ബില്ലടിച്ച്, അതുകൊണ്ട് ഇത് ഒക്ടോബറിൻ്റെ കൂടെ വരാൻ പാടുള്ളൂ, അപ്പോഴാണ് ഇതിന് ടാക്സ് അടച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിലോ? മനസ്സിലായ? അപ്പം അതാണ് ഇതിൻ്റെ ഉപയോഗം വരുന്നത്. ഈ ചാപ്റ്ററിൻ്റെ എന്താണ് ലോജിക്ക് വരുന്നത് അതാണ്. വെറുതെ കാണപ്പാടം പഠിക്കാതെ എന്തിനാണ് ഈ ചാപ്റ്റർ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമല്ലേ? മനസ്സിലായി? അപ്പോൾ ഇത് സെപ്റ്റംബറിലാണോ ഒക്ടോബറിലാണോ എന്ന് വരാൻ മീൻസ് 2 മാസം തമ്മിലൊക്കെ വരുമ്പോഴാണ് ഈ പ്രശ്നം വരിക. മനസ്സിലായി? അപ്പോൾ ഇത് സെപ്റ്റംബറൊക്കെ പോകുക, കാരണം സെപ്റ്റംബർ 27 എന്ത് ചെയ്തത്? ഇതിൻ്റെ സ്ഥാനം റിമൂവ് ചെയ്തത്. അപ്പോൾ സെക്ഷൻ 31 അനുസരിച്ച് പറയുന്നുണ്ട് സെപ്റ്റംബർ 27 ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ത് റിമൂവ് ഈ പറഞ്ഞ ഇഷ്യൂ ഓഫ് ഇൻവോയ്സിന്. അപ്പോൾ അതാണ് എന്ത് നമ്മളെ സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ കേസിൽ ഡേറ്റ് ആയിട്ട് എടുക്കുക. ഇത് ഓക്കെ അല്ലടാ? ഞാൻ പറഞ്ഞത് ഓക്കെ അല്ലേ? ഫൈൻ, യെസ് ഓർ നോ? ഓക്കെ, യാ, യെസ്, ഓക്കെ. സോ അപ്പോൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യം, ഒന്ന് ഇൻവോയ്സ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് എവിടെ നിന്ന് കിട്ടുക? സെക്ഷൻ 31 കിട്ടും. ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് നമ്മൾ പ്രൊവിഷൻ എഴുതും, പക്ഷേ അൾട്ടിമേറ്റ്ലി GST ഓൺ അഡ്വാൻസസ് റിസീവ്ഡിന്റെ മുകളിൽ എന്തില്ല? GST ഇല്ല. ഓക്കെ, യെസ്. ഇനി അപ്പോൾ അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓൾ ടാക്സ് പേയേഴ്സ് അണ്ടർ എന്താ പറയുക ഫോർവേഡ് ചാർജ് എക്സെപ്റ്റ് കോമ്പോസിഷൻ സ്കീമാർക്ക് ഇത് അപ്ലിക്കബിൾ അല്ല. കോമ്പോസിഷൻ സ്കീമാർക്ക് എത്രയാണോ ടേൺ ഓവർ അതിനനുസരിച്ചാണ് ടാക്സ് അടക്കേണ്ടത്. ദാറ്റ് മീൻസ് അവർക്ക് എത്രയാണോ ടേൺ ഓവർ വരുന്നത്, അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ അഡ്വാൻസിൻ്റെ കേസ് അവർക്ക് അപ്ലിക്കബിൾ അല്ല. അതാണ് എക്സെപ്റ്റ് കോമ്പോസിഷൻ സപ്ലൈസ് എന്നവിടെ പറയുന്നത്. ഓക്കെ, ദെൻ ദ എൻ്റയർ GST ഷാൽ ബി പേയബിൾ. അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയുന്നത്. തിങ്ക് അഗെയിൻ റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്, ആൻഡ് ഇറ്റ് ഈസ് ഹ്യൂജ് അമെൻമെൻറ്റ്. ഓക്കെ, ഈ സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസ് ഒന്ന് ഓർത്തെടുത്തിട്ട് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സാധനം പഠിച്ചു വെക്കണമെന്ന്. സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞപ്പം ഏതൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ ഐറ്റംസ് ഒക്കെ കയറിയിട്ടുണ്ട്. ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ് അല്ലാതെ വേറെയും കുറച്ച് സാധനങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. പറയൂ ഏതൊക്കെയായിരുന്നു? ഓൺലൈൻ ഗെയിമിംഗ്. ഓക്കെ, ഓൺലൈൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ല, സ്പെസിഫൈഡ് ആക്ഷൻ ക്ലെയിംസ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അല്ല. ഓക്കെ, ലോട്ടറി. ഓക്കെ, 6 മേലെ കറക്റ്റായിട്ട് പറഞ്ഞു. ഓക്കെ, ലോട്ടറി, ബെറ്റിംഗ്, ഫഹീമ, ലോട്ടറി, ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, ഓൺലൈൻ മണി ഗെയിംസ്, ഹോഴ്സ് കാസിനോ. ഓക്കെ, ഫൈൻ, ഗുഡ്. ഓക്കെ, അപ്പോൾ അത്രയും സാധനങ്ങൾ സ്പെസിഫൈഡ് ആക്ഷൻ അത് പഠിച്ചേക്കണേ ഏതൊക്കെയാണ്. കാരണം വെച്ചാൽ പുതിയ വന്ന അമെൻമെന്റ് ആണ്. അപ്പോൾ MCQലൊക്കെ ഇട്ട് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റും. ഓക്കെ, സോ സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസിന്റെ കേസിൽ ഈ നമ്മൾ മേലെ ഒരു പ്രൊവിഷൻ ഒരു സർക്കുലർ പഠിച്ച് അഡ്വാൻസിന്റെ കേസിൽ എന്തില്ല GST ഇല്ല എന്ന് പഠിച്ച്. അത് ഇവർക്ക് അപ്ലിക്കബിൾ അല്ല. ദാറ്റ് മീൻസ് ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസിന്റെ സപ്ലൈ നടത്തുമ്പോൾ അഡ്വാൻസ് റിസീവ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണ് റിസീവ് ചെയ്ത ഡേറ്റ് തന്നെ ആയിട്ട് കൺസിഡർ ചെയ്യും. മനസ്സിലായില്ല? ദാറ്റ് മീൻസ് നോ GST ഓൺ അഡ്വാൻസസ് റിസീവ്ഡ് എന്നുള്ള സർക്കുലർ ഇല്ലേ, ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ ദി സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസ്. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസിന്റെ സാഹചര്യത്തിൽ എന്തില്ല?
ഇത് അപ്ലിക്കബിൾ അല്ല, ഇത് GST അഡ്വാൻസ് റിസീവ് ചെയ്യുന്ന കേസിൻ്റെ അത് അപ്ലിക്കബിൾ അല്ല എന്നുള്ള പ്രൊവിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് എക്സ്ട്രാ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ താഴെ ഞാൻ സമ്മറി ആയിട്ട് സാധനം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, all taxpayers not to opted for composition scheme. That means composition scheme അല്ലാത്ത ബാക്കി എല്ലാ taxpayers other than registered person making supply of specified actionable claims. അപ്പോൾ specified actionable claims അല്ലാത്ത ആൾക്കാരും are exempt to pay GST at the time of receipt of advance. That means composition scheme അല്ലെങ്കിൽ specified actionable claims സപ്ലൈ ചെയ്യുന്ന ആൾക്കാരും അഡ്വാൻസ് റിസീവ് ചെയ്താൽ അവർക്ക് ടാക്സ് അടക്കേണ്ടി വരും. കാരണം കോമ്പോസിഷൻ സ്കീമിൻ്റെ കേസിൽ എത്രയാണ് അവർ റിസീവ് ചെയ്യുന്നതിനനുസരിച്ച് ടാക്സ് അടക്കുക. ദെൻ ഈ പറഞ്ഞ സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസിൻ്റെ കേസിൽ അവിടെ സ്പെസിഫിക്കലി എന്താ പറയുക, സ്പെസിഫൈഡ് ആക്ഷനബിൾ കേസിൻ്റെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആണ്. യെസ്, ഇറ്റ് ഈസ് ടാക്സബിൾ അറ്റ് ദാറ്റ് ടൈം. അഡ്വാൻസ് കിട്ടിയ ഡേറ്റ് തന്നെ ടാക്സബിൾ ആണ്. അതാണ് പറഞ്ഞത്. അപ്പോൾ ആ അഡ്വാൻസ് കിട്ടുന്നതിൻ്റെ ആ എക്സംഷൻ ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു സ്പെസിഫൈഡ് ആക്ഷനബിൾ ക്ലെയിംസ്. കത്തിയ ഇത് ഓക്കെയാണോ? ഇത് പല ആൾക്കാരും നോക്കിയിട്ടുണ്ടാവില്ല. ഇറ്റ് ഈസ് ആൻ ന്യൂ അമെൻമെന്റ്. ചില ബുക്കിൽ ചിലപ്പോൾ ഇത് ഉണ്ടാവില്ല. കത്തിയ ഓക്കെ എന്ന് പറയടാ, ഓക്കെ എന്ന് പറയടാ. അടുത്തതിലോട്ട് പോകാം. ഓക്കെ, സെക്ഷൻ 31 ഇപ്പോൾ നമ്മൾ സെക്ഷൻ 12 സബ്സെക്ഷൻ 2 നോക്കി. സെക്ഷൻ 31 ആദ്യത്തെ പ്രൊവിഷൻ നോക്കി. ഇനി 2 ചെറിയ പ്രൊവിഷൻ നോക്കാനുണ്ട്. അതുകൂടി നോക്കിയിട്ട് നമുക്ക് സെക്ഷൻ 13 പോവാം. സപ്ലൈ ഓഫ് സർവീസിൻ്റെ കേസിലോട്ട് പോകാം. ഓക്കെ, ഇനി പേഴ്സണലി എന്തെങ്കിലും ഡൗട്ട് അഡീഷണലി വരികയാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് വാട്സപ്പ് മീ. പറ്റുന്നിടത്തോളം നേരത്തെ തന്നെ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ മാത്രം ചിലപ്പോൾ വൈകാറുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ സോറിയും പറയാറുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ അത്രയും പ്രതീക്ഷയോടെ നിങ്ങൾ ഡൗട്ട് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ഓക്കെ, കോസ്റ്റിംഗ് എന്നോട് ചോദിക്കരുത്. ഓക്കെ, കുറേ ആൾക്കാർ കോസ്റ്റിംഗ് എന്നോട് ചോദിക്കാറുണ്ട്. കോസ്റ്റിംഗ് ഞാൻ തന്നെ പഠിച്ചാണെന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് തട്ടിമുട്ടിയ പാസ്സായ, ഈവൻ ഫൈനൽ അടക്കാൻ ഞാൻ തട്ടിമുട്ടിയ പാസ്സായ കോസ്റ്റിംഗ്. എനിക്കേ അറിയുള്ളൂ ഞാൻ കോസ്റ്റിംഗ് എങ്ങനെ പാസ്സായിരുന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഈ കോസ്റ്റിംഗ് സത്യം പറയട്ടെ, ഈ കോസ്റ്റിംഗ് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരില്ലേ, കോസ്റ്റിംഗ് അതേപോലെ FM ഒക്കെ മണ്ടയിൽ കയറാത്ത ആൾക്കാർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടന്മാരാ. ഞാനൊരു മണ്ടനാ. ദാറ്റ് മീൻസ് ഈ കോസ്റ്റിംഗ് അതേപോലെ സത്യം പറയാം, ഈ പറഞ്ഞ മാത്തമാറ്റിക്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തലയിൽ കയറാൻ പണിയുള്ളവർ, ദാറ്റ് മീൻസ് എക്സാമ്പിൾ ആയിട്ട് മാത്സ്, ഫിസിക്സ്, കോസ്റ്റിംഗ്, FM പോലത്തെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് പോലത്തെ ഒക്കെ സബ്ജക്ട് തലയിൽ കയറാൻ പണിയുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മണ്ടലേശം കുറവാണെന്നാണ് എൻ്റെ അർത്ഥം. ഞാൻ അതിൽ പെട്ട ഒരാളാണ്. ഓക്കെ, എനിക്ക് കംഫർട്ടബിൾ അക്കൗണ്ട്സ്, ടാക്സ് ഒക്കെയാണ് എനിക്ക് കംഫർട്ടബിൾ. എനിക്ക് ഓക്കെ, അപ്പം എല്ലാവരും അങ്ങനെ ആവണമെന്നല്ല ഞാൻ പറയാം. ജനറലി അങ്ങനെ ഒരു ഞാൻ തോന്നുന്നത്. ഓക്കെ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇൻ കേസ് ഓഫ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്, കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കേസിൽ സെപ്പറേറ്റ്ലി സെക്ഷൻ 31 പറയുന്നുണ്ട്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു ക്വസ്റ്റ്യൻ ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കേസിൽ നിങ്ങൾ ആരും ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻ കേസ് ഓഫ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് വേർ സക്സസീവ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ സക്സസീവ് പേയ്മെന്റ്സ് ആർ ഇൻവോൾവ്, ദ ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് ഈച്ച് സച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇഷ്യൂഡ് ഓർ ആസ് ദി കേസ് മേ ബി ഈച്ച് സച്ച് പേയ്മെന്റ് ഈസ് റിസീവ്. ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. എന്താണ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്? അതായത് നോക്കണ്ടേ, ഇതിവിടെ പറയുന്നുണ്ട്. ഈ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് എ സപ്ലൈ ഓഫ് ഗുഡ്സ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ഓർ അഗ്രീഡ് ടു ബി പ്രൊവൈഡഡ് കണ്ടിന്യൂസ്ലി ഓർ ആൻ റിക്കറന്റ് ബേസിസ്. ദാറ്റ് മീൻസ് കണ്ടിന്യൂസ്ലി സർവീസ് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. ഓക്കെ, ദെൻ അണ്ടർ എ കോൺട്രാക്ട്, ഒരു കോൺട്രാക്ട് ബേസിസിലായിരിക്കും. വെദർ ഓർ നോട്ട് ബൈ മീൻസ് ഓഫ് എന്തൊക്കെ വയർ, കേബിൾ, പൈപ്പ് ലൈൻ ഓർ അതർ കണ്ടിന്യൂ. ഒരു എക്സാമ്പിൾ ആയിരുന്നു. ആൻഡ് ഫോർ വിച്ച് ദ സപ്ലയർ ഇൻവോയ്സസ് ദി റെസിപ്പിയന്റ് ഓൺ എ റെഗുലർ ഓർ പീരിയോഡിക് ബേസിസ്. യെസ്, നമുക്ക് KSCB ബില്ല് പറയാം കണ്ടിന്യൂസ് സപ്ലൈ ആണ്. യെസ്, കറക്റ്റ്. മീൻസ് റെഗുലർലി എന്ത് ചെയ്യുക, പീരിയോഡിക് ബേസിസിൽ ബില്ല് റേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിന് എപ്പോഴാണ് ബില്ല് റേസ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ ബില്ല് റേസ് ചെയ്യണം, ദാറ്റ് മീൻസ് എപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. അതാണല്ലോ സെക്ഷൻ 31 പറയുന്നത്, എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ കേസിൽ എപ്പോഴാണ് ഈ പറഞ്ഞ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കേ, വേർ സക്സസീവ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഗുഡ്സ്, ഒരു സ്റ്റേറ്റ്മെന്റ് വല്ലതും സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് വല്ലതും കൊടുക്കുന്നുണ്ടോ, റെക്കോർഡഡ് ക്ലാസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമോ? ഇതിനിപ്പോൾ ഞാൻ ഉത്തരം യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ചാടി കയറി ലൈവ് ഒന്ന് പോകും. ഉത്തരം യെസ് തന്നെയാണ്, അപ്ലോഡ് ചെയ്യും. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം. ഞാൻ നേരത്തെ തന്നെ ഇരുന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കാറുണ്ട്. ഓക്കെ, അതിനർത്ഥം പോവരുത്. ഓക്കെ, ദെൻ ഓർ സക്സസീവ് പേയ്മെന്റ്സ് ആർ ഇൻവോൾവ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഈ പറഞ്ഞ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണെന്നുണ്ടെങ്കിലും എന്ത് ചെയ്യും, സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കും. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് സ്റ്റേറ്റ്മെന്റ് റൈസ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ പേയ്മെന്റ് ഉണ്ടാവും, സക്സസീവ് പേയ്മെന്റ് ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേയ്മെന്റ് ഇങ്ങനെ കൊടുക്കും. ദ ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് ഓർ ബിഫോർ അറ്റ് ദ ടൈം ഓഫ് ഈച്ച് സച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇഷ്യൂഡ് ഓർ ആസ് ദി കേസ് മേ ബി സച്ച് പേയ്മെന്റ് ഈസ് റിസീവ്ഡ്. ഒന്നെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇൻവോയ്സ് ഇഷ്യൂ, അല്ലെങ്കിൽ പേയ്മെന്റ് റിസീവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, പേയ്മെന്റിന്റെ ഇൻവോയ്സ് ഇഷ്യൂ. അത്രേ ഉള്ളൂ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗുഡ്സ്. ഓക്കെ, ദെൻ
അടുത്തത് ഈ പറഞ്ഞ സെൻഡ് എന്താ പറയുക, ഈ സെയിൽ ഓർ റിട്ടേൺ ബേസിസിൽ കൊടുക്കുന്ന പരിപാടി ഇല്ലേ, അതിന്റെ കേസിലാണ് അടുത്ത കേസ് പറയുന്നത്. അതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് നോക്കി വെക്കുക. ഓക്കെ, നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻ ഇൻ ദി സബ്സെക്ഷൻ 1 where the goods being sent or taken on approval for sale or return are removed before the supply is taken place, the invoice shall be issued before or at the time of supply or 6 months from the date of removal whichever is earlier. That means രണ്ട് രീതിയിൽ അവർക്ക് ഇൻവോയ്സ് ചെയ്യാം. ഒന്നെങ്കിൽ എന്നാണോ ഗുഡ്സ് കൊണ്ടുപോയത് ഈ സെയിൽ ഓർ റിട്ടേൺ ബേസിസിൽ, അവിടുന്ന് 6 മന്ത് ഗ്യാപ്പ് ഉണ്ട്, ആ 6 മന്തിൻ്റെ ഉള്ളിലോ, അല്ലെങ്കിൽ ഗുഡ്സ് ആക്ച്വലി നമ്മൾ റിമൂവ് ചെയ്യില്ലേ, ഗുഡ്സ് ആക്ച്വലി വിൽക്കൂലേ, സെയിൽ ഓർ റിട്ടേൺ ബേസിൽ ആക്ച്വലി അയാൾ വിൽക്കൂലേ, അപ്പം അവിടുന്ന് എന്ത് ചെയ്യുക, ബിഫോർ ഓർ അറ്റ് ദ ടൈം ഓഫ് സപ്ലൈ, ആക്ച്വൽ സപ്ലൈ നടക്കുന്ന ആ ടൈമിലോ, അല്ലെങ്കിൽ 6 മന്ത് ഫ്രം ദി ഡേറ്റ് ഓഫ് റിമൂവൽ, അതിൽ ഏതാണോ ആദ്യം നടക്കുന്നത്, അപ്പോൾ എന്ത് ചെയ്യാം, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി എന്ന് പറയുന്നത്. ഐ തിങ്ക് ദാറ്റ് അതൊരു ക്വസ്റ്റ്യൻ ആയിട്ടൊന്നും എവിടെയും കണ്ടിട്ടില്ല, ജസ്റ്റ് ഓർത്ത് വെക്കുക. അങ്ങനെയാണ് ആ പ്രൊവിഷൻ എന്നുള്ളത് സെക്ഷൻ 31 പറയുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻ കേസ് ഓഫ് ഫോർവേഡ് ചാർജ്. ഓക്കെ, അപ്പം ഒന്ന് സമ്മറി ചെയ്യണ്ടല്ലോ, അടുത്ത് പറഞ്ഞോട്ടെ, സമ്മറൈസ് ചെയ്യണ്ടല്ലോ, സമ്മറൈസ് ചെയ്യണോ? പറഞ്ഞ കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്തിട്ട് അടുത്തയിലോട്ട് പോകണോ, അത് അടുത്തയിലോട്ട് പൊക്കോട്ടെ, യുവർ ഓപ്ഷൻ. ക്ലാസ്സസ് അതൊരു സത്യമാണ് കേട്ടോ. 1.5 ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ 2x 1.5x ഇട്ടിട്ട് ആക്കാം. ഓക്കെ, സോ നെക്സ്റ്റിലോട്ട് പോവാം. ഓക്കെ, കമ്പാരിറ്റീവ്ലി ദിസ് ചാപ്റ്റർ ഈസ് റിയലി സിമ്പിൾ. ഓക്കെ, ദെൻ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസ് സെക്ഷൻ 13 സബ്സെക്ഷൻ 2 ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് നമ്മളിപ്പോൾ പഠിക്കുന്നൊക്കെ ഫോർവേഡ് ചാർജ് ബേസിസിലാട്ടോ, ഫോർവേഡ് ചാർജ്. ഓക്കെ, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് സെക്ഷൻ 13 സബ്സെക്ഷൻ 2. അപ്പോൾ ഈ കേസിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത് വിത്തിൻ ദി ടൈം പീരിയഡ് പ്രിസ്ക്രൈബ്ഡ് അണ്ടർ സെക്ഷൻ 31. ഓക്കെ, ഇവിടെ രണ്ട് കേസ് ഉണ്ട്, എ കേസും ഉണ്ട്, ബി കേസും ഉണ്ട്. ഇതാണ് പല ആൾക്കാർക്കും ഒരു ഡൗട്ട് വരിക. അതുകൊണ്ട് തന്നെ ഈ ഏരിയ നിന്നാണ് ക്വസ്റ്റ്യൻ കൂടുതൽ ചോദിക്കുക. ടൈം സപ്ലൈ ഓഫ് സർവീസിന്റെ കേസിനായിരിക്കും ചിലപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവുക. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കേസ് ഉണ്ട്. ഒന്ന് എ കേസ് ആൻഡ് ബി കേസ്. എ കേസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കറക്റ്റായിട്ട് സെക്ഷൻ 31 അനുസരിച്ച് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കുക. ഇനി കറക്റ്റായിട്ട് ഇൻവോയ്സ് ഈ പറഞ്ഞ സെക്ഷൻ 31 അനുസരിച്ച് ഇഷ്യൂ ചെയ്തിട്ടില്ലേ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സപ്ലൈ ഓഫ് സർവീസസിന്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ നോക്കേണ്ടത്? ആദ്യം സെക്ഷൻ 31 സർവീസിന്റെ കേസിൽ ഫോർവേഡ് ചാർജ് ആണെങ്കിൽ ആദ്യം നോക്കേണ്ടത് എന്താ? സെക്ഷൻ 31 അനുസരിച്ച് സെക്ഷൻ 31 പ്രൊവിഷൻ അനുസരിച്ച് കറക്റ്റായിട്ട് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? ആദ്യം നോക്കണം. ഉണ്ടെങ്കിൽ പിന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ നോക്കേണ്ടത് ടൈം ഓഫ് സപ്ലൈ എവിടെയാണെന്നുള്ളത്. ഇല്ലെങ്കിൽ പിന്നെ അതനുസരിച്ചാണ് നമ്മൾ എന്ത് ടൈം ഓഫ് സപ്ലൈ എവിടെ നോക്കേണ്ടത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ആദ്യം ഫസ്റ്റ് ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസസിന്റെ കേസിൽ ചെക്ക് ചെയ്യേണ്ടത് സെക്ഷൻ 31 അനുസരിച്ച് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം സെക്ഷൻ 31 അനുസരിച്ച് എങ്ങനെയാണ് എന്താ പറയുന്നത് എവിടെ എന്നുള്ളത് നോക്കിയിട്ട് തിരിച്ചു വരാം, അതായിരിക്കും നല്ലത്. അപ്പോൾ സെക്ഷൻ 31 പറയുന്നത് എ രജിസ്റ്റേർഡ് പേഴ്സൺ സപ്ലൈയിങ് ടാക്സബിൾ സർവീസസ് ഷാൾ ബിഫോർ ഓർ ആഫ്റ്റർ ദി പ്രൊവിഷൻ ഓഫ് സർവീസ് ഇഷ്യൂ ചെയ്തിട്ട്, ദാറ്റ് മീൻസ് ഇവിടെ ബിഫോർ ഓർ ആഫ്റ്റർ ഉണ്ട്, ഗുഡ്സിന്റെ കേസിൽ ആഫ്റ്റർ ഇല്ല. ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ ബിഫോർ ഒന്നൊക്കെ സർവീസ് ചെയ്യുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ സർവീസ് ചെയ്ത് കഴിഞ്ഞിട്ട് വിത്തിൻ 30 days, 30 ദിവസത്തിനുള്ളിൽ. ഓക്കെ, വിത്തിൻ 30 days. അപ്പോൾ വിത്തിൻ 30 days കറക്റ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം സെക്ഷൻ 31 അനുസരിച്ച് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. വിത്തിൻ 30 days അല്ല, എവിടുന്ന് വിത്തിൻ 30 days? സർവീസ് ചെയ്തതിന് ശേഷം, സർവീസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വിത്തിൻ 30 days. ഓക്കെ, 45 days ആണ് ഇൻ കേസ് ഓഫ് എന്ത്? ഇൻഷുറൻസ്, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിംഗ് NBFCന്റെ കേസിൽ അവർക്ക് 30 days അല്ല. ദാറ്റ് മീൻസ് NBFC ബാങ്കിങ്ങിനൊക്കെ 45 daysന്റെ ശേഷം എന്ത് ചെയ്താൽ 45 daysന്റെ ഉള്ളിൽ എന്ത് ചെയ്താൽ മതി? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി. ഓക്കെ, ബാക്കി നമുക്ക് കണ്ടിന്യൂസ് സപ്ലൈ നോക്കണം, അത് പിന്നെ നോക്കാം. അപ്പോൾ സെക്ഷൻ 31 അനുസരിച്ച് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്നുള്ളതാണ് ഫസ്റ്റ് കേസ്. അങ്ങനെയാണെങ്കിൽ ഏർലിയർ ഓഫ് ദി ഫോളോയിങ് എന്തൊക്കെ ഡേറ്റ് ആണ്? ഒന്ന് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ്. ഓക്കെ, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ്. ഇനി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല, സെക്ഷൻ 31 അനുസരിച്ച് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് പ്രൊവിഷൻ ഓഫ് സർവീസ് ചെയ്ത ഡേറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് ഈസ് ഏർലിയർ. സിമ്പിൾ ആണ്. ഒറ്റ കാര്യം നോക്കിയാൽ മതി, ഇൻവോയ്സ് കറക്റ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടാ? അങ്ങനെയാണെങ്കിൽ ഇൻവോയ്സ് ഡേറ്റ് അല്ലെങ്കിൽ റിസീറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് ഈസ് ഏർലിയർ. ഇൻവോയ്സ് കറക്റ്റ് ഇഷ്യൂ ചെയ്തിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ഇൻവോയ്സ് ഡേറ്റ് പിന്നെ അവിടെ വേണ്ട, കൺസിഡർ ചെയ്യില്ല, ഇൻവോയ്സ് ഡേറ്റ് കൺസിഡർ ചെയ്യില്ല. അപ്പം നോക്കേണ്ടത് പ്രൊവിഷൻ ഓഫ് സർവീസ് അല്ലെങ്കിൽ റിസീറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് ഈസ് ഏർലിയർ. സിമ്പിൾ. ഓക്കെ ആണോ? രണ്ടു മൂന്ന് തവണ ഇങ്ങനെ ആലോചിച്ചാൽ മതി, അപ്പോൾ കത്തും, അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്, അടുത്ത് നോക്കാം. അടുത്ത് ബാക്കി പറയട്ടെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഓക്കെ അല്ലേ? ബാക്കിയുള്ളവരൊന്നും പറയുന്നില്ലല്ലോ, പെട്ടെന്ന് പറയടാ. യെസ്. ഓക്കെ, എടാ ഇനി ഞാൻ റേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ്, ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ആ ഡേറ്റ് ഏതാ ആക്ച്വലി? ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് അവിടെയും ഇവിടെ എല്ലായിടത്തും പറഞ്ഞേക്കാം, എല്ലായിടത്തും ബ്രാക്കറ്റിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. എൻ്ററിംഗ് ദി പേയ്മെന്റ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർ ക്രെഡിറ്റിംഗ് പേയ്മെന്റ് ഇൻ ദി ബാങ്ക് അക്കൗണ്ട് വിച്ച് ഈസ് ഏർലിയർ. എടാ
ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്ന ഡേറ്റ് അല്ലെങ്കിൽ ബാങ്കിൽ കിട്ടുന്ന ഡേറ്റ്, ക്രെഡിറ്റ് ആവുന്ന ഡേറ്റ്, ഇതിൽ ഏതാണോ ഏർലിയർ ആ ഡേറ്റ് എടുക്കാനാണ് പറയുന്നത് ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് പേയ്മെന്റ് ആയിട്ട്. മനസ്സിലായോ? ദാറ്റ് മീൻസ് അത് അധികവും സെയിം തന്നെ ആയിരിക്കും. പ്രാക്ടിക്കലി പറഞ്ഞാൽ നമ്മൾ കിട്ടിയാലേ നമ്മൾ റെക്കോർഡ് ചെയ്യുള്ളൂ അല്ലേ? ശരിയല്ലേ? അധികം റെക്കോർഡ് ചെയ്യുന്നത് കിട്ടിയിട്ടായിരിക്കാം. സോ മേ ബി അതിനെന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ബുക്സിൽ എന്നാണോ റെക്കോർഡ് ചെയ്തത് ആ റെക്കോർഡ് ചെയ്ത ഡേറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിൽ റിസീവ് ചെയ്ത ഡേറ്റ്, ഇതിൽ ഏതാണോ ഏർലിയർ ആ ഡേറ്റ് എടുക്കുക, ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ്. അത് ലൂപ്പ് ഹോൾ അടക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ദാറ്റ് മീൻസ് ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവന്മാർ എന്ത് ചെയ്യും? റിസീപ്റ്റ് ഓഫ് പേയ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേണമെങ്കിൽ തള്ളാം ആ ഡേറ്റ്. അപ്പോൾ അതിലും കുറേ ലൂപ്പ് ഹോൾസ് വരും എന്ന് വിചാരിച്ചിട്ടാണ് അതിനും അടച്ചത് അവിടെ. റിസീപ്റ്റ് ഓഫ് പേയ്മെന്റിന്റെ കേസിൽ പ്രത്യേകിച്ച് പറഞ്ഞു വന്നെങ്കിൽ ബുക്കിൽ എൻ്റർ ചെയ്ത ഡേറ്റ് എടുത്തോ, അല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്ത ഡേറ്റോ എടുക്കുമ്പോൾ അതിൽ ആദ്യം നടന്ന ഏതാണോ അതെടുക്കുക. ഇതാണ് ആ പ്രൊവിഷൻ. ഓക്കെ, അപ്പോൾ അതും ഓർത്ത് വെക്കുക. ഇനി മേലെ പറഞ്ഞ ഇവന്റ് അൺസർട്ടൈനബിൾ ആണ്. ദാറ്റ് മീൻസ് എനിക്ക് കണ്ടെത്താൻ പറ്റുന്നില്ല, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത കാര്യങ്ങളൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആക്ച്വലി ബുക്സിൽ എപ്പോഴാണോ കാണിക്കുന്നത് ഡേറ്റ് ഓൺ വിച്ച് ദ റിസീപ്റ്റന്റ് ഷോസ് ദി റിസീപ്റ്റ് ഓഫ് സർവീസസ് ഇൻ ഹിസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ബുക്സിൽ എപ്പോഴാണോ കാണിക്കുന്നത് ആ സമയം എടുക്കുക, ടൈം ഓഫ് സപ്ലൈ ആയിട്ട് ബുക്സിൽ കാണിക്കുന്ന ദിവസം സമയം. ഓക്കെ, അത് ഒരു എന്താ പറയുക, ഒരു റെസിജ്വൽ ക്ലോസ് പറഞ്ഞാണ് അവിടെ. ഇനി അഡ്വാൻസിന്റെ കേസ് ഇവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് അഡ്വാൻസിന്റെ എക്സംഷൻ ഈസ് അവൈലബിൾ ആണോ ഈ പറഞ്ഞ സർവീസിന്? അല്ല. ദാറ്റ് മീൻസ് അഡ്വാൻസിന്റെ കേസിൽ ഈസ് ടാക്സബിൾ. അഡ്വാൻസ് ഈസ് ടാക്സബിൾ. അഡ്വാൻസിന്റെ കേസിൽ ടാക്സ് ചെയ്യപ്പെടും. ടാക്സബിൾ എന്നല്ല, അഡ്വാൻസ് റിസീവ് ചെയ്തത് വിൽ ബി ടാക്സ്ഡ്. ഓക്കെ, ദെൻ ഇനി അതിൽ ഈ പ്രൊവിഷൻ ഞാൻ പറയാൻ പോകുന്ന പ്രൊവിഷൻ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ് ഫ്രം ദി പെർസ്പെക്റ്റീവ് ഓഫ് MCQ. ഈ അഡ്വാൻസ് റിസീവ് ചെയ്തത് ആക്ച്വലി ആ റിസീപ്റ്റ് ഡേറ്റ് തന്നെയാണ് എൻ്റെ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ടാക്സ് ചെയ്യപ്പെടുന്നു പറഞ്ഞു. ഈ അഡ്വാൻസ് റിസീവ് ചെയ്തത് 1000 rupees ബിലോ ആണെന്നെങ്കിൽ, ദാറ്റ് മീൻസ് അപ് ടു ₹1000 ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അവിടെ ഒരു ഇടവേള കൊടുത്ത് ഒരു എക്സംഷൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തോ, അത് സാരമില്ല, അതിപ്പോൾ ടാക്സ് ചെയ്യേണ്ട, പിന്നെ ഒരു ഇൻവോയ്സ് ഇഷ്യൂ ഇല്ല, അപ്പോൾ അതിൻ്റെ കൂടെ കാണിച്ചാൽ മതി എന്ന് പറയും. ഇപ്പോൾ അഡ്വാൻസ് പേയ്മെന്റ് ഈസ് റിസീവ്ഡ് അപ് ടു 1000 ആണ്. സർവീസസിന്റെ കേസിൽ അഡ്വാൻസ് കിട്ടിയത് 1000 രൂപയുടെ താഴെയാണെന്നുണ്ടെങ്കിൽ ദ സപ്ലയർ ക്യാൻ ചൂസ് ടു ടേക്ക് ദ ഡേറ്റ് ഓഫ് ഇൻവോയ്സ് ഇഷ്യൂഡ് വിത്ത് റെസ്പെക്ട് ടു സച്ച് എക്സസ് എമൗണ്ട് ആസ് ദ ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് സച്ച് എക്സസ് വാല്യൂ. ദാറ്റ് മീൻസ് അതിപ്പോൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു എക്സാമ്പിൾ താഴെ പറയുന്നത്, ഒരു ടെലിഫോൺ കമ്പനി എന്ത് ചെയ്ത് 5000 രൂപ കിട്ടി, ഒരു ഇൻവോയ്സ് ചെയ്യുന്ന 4500 രൂപയുടെ ഒരു ഇൻവോയ്സിന് 5000 രൂപ കിട്ടി. അപ്പോൾ ആക്ച്വലി 200 രൂപ അഡ്വാൻസ് കിട്ടിയതാണ്. ശരിക്കും അത് ആ 200 രൂപ അപ്പം തന്നെ ടാക്സ് ചെയ്യണമായിരുന്നു, പക്ഷേ ടാക്സ് ചെയ്തില്ല. ദ എക്സസ് ഓഫ് 200 ക്യാൻ ബി അഡ്ജസ്റ്റഡ്. ക്യാൻ ബി ആണ്. ദാറ്റ് മീൻസ് അത് നിർബന്ധമില്ല അത് അടുത്തേക്ക് തന്നെ ചെയ്യണം എന്നുള്ളത്. അത് ഇപ്പം തന്നെ വേണമെങ്കിൽ ടാക്സ് ചെയ്യാം, ഇപ്പം തന്നെ ചെയ്യാം, നിർബന്ധമില്ല. വേണമെങ്കിൽ ക്യാൻ ബി അഡ്ജസ്റ്റഡ് അഗെയിൻസ്റ്റ് ദി നെക്സ്റ്റ് ഇൻവോയ്സ്. ക്യാൻ ബി. ഓക്കെ, അവിടെ ഷാൾ ബി ഷുഡ് ബി എന്ന് പറയുന്നില്ല. ഓക്കെ, ക്യാൻ ബി എന്ന് പറയുന്നത്, മേ ബി വേണമെങ്കിൽ എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് സപ്ലൈ ഓഫ് സർവീസസിന്റെ ബാക്കി പ്രൊവിഷൻ ഇൻ കേസ് ഓഫ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ, അപ്പോൾ കണ്ടിന്യൂസ് സപ്ലൈ സർവീസ് താഴെ പറയുന്നുണ്ട്, മേലെ പറഞ്ഞ പോലെ തന്നെ കണ്ടിന്യൂസ്ലി ആയിരിക്കും. ദാറ്റ് മീൻസ് ഒരു കോൺട്രാക്ട് ബേസിസിൽ കണ്ടിന്യൂസ്ലി പ്രൊവൈഡ് ചെയ്യണം. അവിടെ ഒരു മാസത്തിന്റെ കണക്ക് പറയുന്നുണ്ട്. ആ മാസം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ ഏതോ MCQ അങ്ങനെ ഞാൻ കണ്ടിരുന്നു, ഈ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മാസം കണ്ടിന്യൂസ്ലി കൊടുത്താലാണ് കൂട്ടുക എന്നുള്ളത്. ദാറ്റ് മീൻസ് പീരിയഡ് എക്സീഡിങ് 3 months ആണ്. ഓർത്ത് വെക്കുക, എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ തലയിൽ ആക്കി വെക്കുക. ഈ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ് എന്ന് പറയുമ്പോൾ ഗുഡ്സിന്റെ കേസിൽ അവിടെ മീൻസ് അവിടെ സ്പെസിഫിക് മന്ത്സോ ഡേറ്റ്സോ ഒന്നും പറയുന്നില്ല. ഇവിടെ സർവീസസിന്റെ കേസിൽ പറയുന്നുണ്ട് എക്സീഡിങ് 3 months ആയിരിക്കണം. അത് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് എക്സീഡ് 3 months പീരിയോഡിക് അങ്ങനെ കൊടുത്തതാണെങ്കിൽ അത് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ് ആയിട്ട് പറയുള്ളൂ. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് സർവീസ് ആണെന്നുണ്ടെങ്കിൽ വെർ ദി ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഈസ് അസർട്ടൈനബിൾ ഫ്രം ദി കോൺട്രാക്ട് ദ ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് ഓൺ ഓർ ബിഫോർ ദി ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെന്റ്. ഈ കോൺട്രാക്റ്റിൽ ഡ്യൂ ഡേറ്റ് പറയുന്നുണ്ട്, പേയ്മെന്റിന്റെ ഡേറ്റ് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, മുൻകൂട്ടി തന്നെ പറയുന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് പറയുന്ന ഡേറ്റ് ആണ് ഇൻവോയ്സ് ഡേറ്റ്. ഇനി അതല്ല, ഡ്യൂ ഡേറ്റ് പറയുന്നില്ല, അസർട്ടൈനബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് ബിഫോർ ഓർ അറ്റ് ദ ടൈം വെൻ ദ സപ്ലയർ ഓഫ് സർവീസ് റിസീവ് ദ പേയ്മെന്റ്. എപ്പോഴാണോ പേയ്മെന്റ് കിട്ടുന്നത് അപ്പം എന്ത് ചെയ്യുക, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക. ഇനി അപ്പോൾ നോക്കേണ്ടത് എന്താ, കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ, എന്ത് കോൺട്രാക്റ്റിൽ ഈ പറഞ്ഞ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെന്റ് പറഞ്ഞിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ആ പേയ്മെന്റ് ഡേറ്റ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യണം. ദാറ്റ് മീൻസ് അല്ലെങ്കിൽ ഒന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിലോ, എപ്പോഴാണോ സർവീസിന് ആ റിസീവ് പേയ്മെന്റ് കിട്ടുന്നത് അപ്പം എന്ത് ചെയ്യുക, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക. വെറുതെ പേയ്മെന്റ് ഇസ് ലിങ്ക്ഡ് ടു കംപ്ലീഷൻ ഓഫ് എൻ ഇവന്റ്. ഒരു ഇവന്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചാണ് പേയ്മെന്റ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് issued on or before the date of completion of the event. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്തതിലേക്കാരം എന്തെങ്കിലും ഒരു ഇവന്റ് ആയിക്കാരം കൊടുത്തിട്ടുണ്ടാവും. ആ ഇവന്റ് കംപ്ലീറ്റ് ചെയ്താലേക്കാരം എന്ത് ചെയ്യാൻ ഈ പറഞ്ഞ പേയ്മെന്റ് കിട്ടുക. അങ്ങനെയാണ് ഇവന്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. ദാറ്റ്സ് ഓൾ, സിമ്പിൾ കേസ്. ഓക്കെ, അതിൽ ഈ കണ്ടിന്യൂസ് സപ്ലൈ സർവീസിന്റെ 3 months ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. കാരണം ഞാൻ എവിടെയോ ഇതിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എവിടെയോ കണ്ട് അങ്ങനെ ഒരു MCQ എന്തോ, അപ്പോൾ അത് വിട്ടുപോകണ്ട. ഇനി ഇൻ എ കേസ് വെർ ദി സപ്ലൈ ഓഫ് സർവീസ് സീസസ്, വെച്ചാൽ ഒരു സപ്ലൈ ഓഫ് സർവീസ് ആയിരുന്നു, അത് പെട്ടെന്ന് വെച്ച് നിർത്തലാക്കിയ കേസ് ആണെങ്കിൽ, വേറെ കോൺട്രാക്ട് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ സീസ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ബിഫോർ ദി കംപ്ലീഷൻ ഓഫ് സപ്ലൈ ദ ഇൻവോയ്സ് ഷാൽ ബി ഇഷ്യൂഡ് അറ്റ് ദ ടൈം ഓഫ് വെൻ ദ സപ്ലൈ സീസസ്. എപ്പോഴാണോ സീസ് ചെയ്യുന്നത് അപ്പം എന്ത് ചെയ്യുക, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക. ഓക്കെ,
അത് എക്സ്റ്റെൻഡ് ഓഫ് സപ്ലൈ മെയ്ഡ് ബിഫോർ സച്ച് സിറ്റുവേഷൻ. ഫുൾ സപ്ലൈക്കല്ല, എത്രയാണോ അതുവരെ ചെയ്ത സപ്ലൈ അതിനുള്ള എന്ത് ചെയ്യുക, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുക, അല്ലാതെ മൊത്തത്തിനല്ല. ഓക്കെ, ഇവിടെ ഈ പ്രൊവിഷൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു എക്സെപ്ഷണൽ പ്രൊവിഷൻ ആണെന്ന് പറയാം. ഒരു ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ ഒരു ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കേസിൽ നമ്മൾ മേലെ ഒരു പ്രൊവിഷൻ പറഞ്ഞ് 45 ദിവസമാണ് അവർക്ക് എന്ന് പറഞ്ഞു. ഇത് പറയുന്നത് ഇവർ തന്നെ മറ്റൊരു ബ്രാഞ്ചസിലോട്ടോ ഇവരുടെ ഡിസ്റ്റിങ് പേഴ്സണിലോട്ടോ ഇവർ വല്ല ടാക്സബിൾ സപ്ലൈസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു എക്സംഷൻ പോലെ ഒരു എന്ന് വെച്ചാൽ തമ്മിൽ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതിന് ഒരു കാര്യം ഒരു എക്സംഷൻ കൊടുത്ത്, അതാണ് ഇവിടെ ഈ പാരഗ്രാഫിൽ പറയുന്നത്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. Further, an insurer or a banking company or a financial institution, including a non-banking, that means NBFC, or a telecom operator, but a telecom operator included ആണ്, or any other class of supplier as may be notified by the government. അപ്പോൾ ഇപ്പോൾ നോട്ടിഫൈ ആരും ചെയ്തിട്ടില്ല, അപ്പോൾ ചെയ്തതാരൊക്കെയാണ്? ബാങ്കിങ് കമ്പനി, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു NBFC അല്ലെങ്കിൽ ടെലികോം ഓപ്പറേറ്റർ. ഓർത്ത് വെക്കുക, ഇതുമായിട്ടൊന്നും കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് ഈ ടെലികോം ഓപ്പറേറ്റർ. ഓക്കെ, then on the recommendation of the council, making taxable supply of services between distinct person as specified in section 25. That means distinct person തമ്മിൽ അവർ തന്നെ മറ്റ് ബ്രാഞ്ചസോ അവർ തന്നെ മറ്റ് ഓർഗനൈസേഷൻസോ തമ്മിൽ വല്ല ടാക്സബിൾ സപ്ലൈസ് നടത്തുകയാണെങ്കിൽ ഇഷ്യൂ ചെയ്യാം. മേ ഇഷ്യൂ ദി ഇൻവോയ്സ് ബിഫോർ or at the time of such a supplier records the same in his books of accounts or before the expiry of quarter made during which a supply was made. ദാറ്റ് മീൻസ് ഒന്നെങ്കിൽ ആ റെക്കോർഡ് ചെയ്യുന്ന ആ സമയത്തോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പീരിയഡ് ഡ്യൂറേഷൻ കൊടുത്ത് ആ ക്വാർട്ടർ, ദാറ്റ് മീൻസ് ആ സപ്ലൈ ചെയ്ത ആ ക്വാർട്ടർ എൻഡ് ആവുന്നതിന് മുന്നേ എന്ത് ചെയ്താൽ മതി, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് വരാന്നുണ്ടെങ്കിൽ MCQ വരുള്ളൂ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഒറ്റ കാര്യം ഓർത്ത് വെക്കുക, ബാങ്കിങ്, NBFC, ടെലികോം ഓപ്പറേറ്റർ, ഈ കേസിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഓപ്ഷൻ കൊടുത്ത്, ദാറ്റ് മീൻസ് അത് ഓപ്ഷൻ ആർക്കേ ഉള്ളൂ, സ്പെസിഫൈഡ്, ദാറ്റ് മീൻസ് ഡിസ്റ്റിങ് പേഴ്സൺ തമ്മിൽ വല്ല ടാക്സബിൾ സപ്ലൈസ് നടത്താന്നുണ്ടെങ്കിൽ അവർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അവർക്ക് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള അവസരം എപ്പോൾ ഇഷ്യൂ ചെയ്യാം, ക്വാർട്ടർ എൻഡ് ആവുന്നതിൻ്റെ, ദാറ്റ് മീൻസ് സപ്ലൈ ചെയ്ത ആ ഡേറ്റിന്റെ ക്വാർട്ടർ എൻഡ് ആവുന്നതിന്റെ മുമ്പ് ഇഷ്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ക്ലിയർ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? സോ ഫോർവേഡ് ചാർജ് കഴിഞ്ഞ്, ടൈം ഓഫ് സപ്ലൈ ഇൻ കേസ് ഓഫ് ഫോർവേഡ് ചാർജ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്നും മിസ്സായിട്ടില്ല. ഇതിൽ കൂടുതൽ ഇനിയൊന്നും അതിൽ പറയാനില്ല. ക്ലിയർ ഓർ നോട്ട്? ഏതെങ്കിലും പോയിന്റ് പറയുകയാണെങ്കിൽ അഗൈൻ ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് അടുത്തതിലോ റിവേഴ്സ് ചാർജിലോട്ട് പോകാം. റിവേഴ്സ് ചാർജസ് കുറച്ചും കൂടി എളുപ്പമാണ്. എല്ലാവരും ഒന്ന് പറയാവോ? ഇതിലുള്ളവരൊക്കെ ഒന്ന് എൻഗേജ് ആവോടോ, ചാറ്റിലൊന്ന് പറയോടോ. ഞാനൊന്നും ചെയ്യൂല, ഐ എം യുവർ ബ്രോ, നിങ്ങളുടെ ബ്രോയാണ് ഞാൻ. പെൺകുട്ടികൾ ബ്രോ എന്ന് വിളിക്കണ്ട, ആൺകുട്ടികൾ ബ്രോ എന്ന് വിളിച്ചോളൂ. ഈ പെൺകുട്ടികൾ ബ്രോ എന്ന് വിളിക്കുമ്പോൾ ഒരു അങ്കിൾ ഫീൽ ആണ് ഇപ്പോൾ. ഓക്കെ, അല്ല പെൺകുട്ടികൾ എന്നാ ബ്രോ എന്ന് വിളിച്ചോളൂ, കുഴപ്പമില്ല. ഒരു കല്യാണം കഴിക്കാത്തവന്റെ രോദനം എന്നായിട്ട് കൂട്ടിയാൽ മതി കുട്ടി. സാറൊരു രസികൻ തന്നെ. ഓക്കെ, ഒരു ഏജ് കഴിയുമ്പോൾ ഒരു ഫീലാണ്, ഭയങ്കര അങ്കിൾ ഫീൽ വരും. അത് നിങ്ങൾക്ക് ആയിട്ടില്ല. ഒരു അങ്കിൾ ഫീൽ, എനിക്കിപ്പോൾ ഇങ്ങനെ അങ്കിൾ ഫീൽ തോന്നുക. കാരണം വെച്ചാൽ താഴെയുള്ളവരൊക്കെ കല്യാണമൊക്കെ കഴിച്ചു പോകുന്നു, നമ്മളെന്തപ്പോഴും ഇങ്ങനെ. ഇനിയിപ്പോൾ ഞാൻ CA എടുത്തോണ്ടാണോ കല്യാണം കഴിക്കാഞ്ഞ്? വീട്ടുകാർക്ക് എന്തെന്ന് തോന്നുന്നില്ലേ? ആ അമ്മാവൻ, യെസ് അമ്മാവൻ. വീട്ടുകാർക്കും എന്തേ ഞാൻ പാസ്സാവാഞ്ഞിട്ടാണോ ഇവർ ഇപ്പോഴും കല്യാണത്തിനെ കുറിച്ചൊന്നും പറയാത്തേ? ഇവർക്ക് ഇപ്പോഴും ഞാൻ ഇളയ കുട്ടിയായതുകൊണ്ടാണോ ഇവർ കല്യാണത്തിനെ കുറിച്ചൊന്നും മിണ്ടാത്തേ? മനസ്സിലായോ? ഇപ്പൊ പലവരും ഓ സോളോ ലൈഫ്, സോളോ ലൈഫ് എത്ര വലിയ രസമുള്ള കാര്യമൊന്നുമല്ല. സോളോ ലൈഫ് ഇസ് വെരി ഡേഞ്ചറസ്. മൈ ലൈഫ് യു ഷുഡ് ഹാവ് ഫ്രണ്ട്സ് എപ്പോഴും നല്ലതാണ്. അത് ഞാൻ കാര്യത്തിൽ പറയുന്നു. ഐ ഡിഡ്ന്റ് ഹാവ് മച്ച് ഫ്രണ്ട്സ്. ദാറ്റ് എനിക്ക് ഏറ്റവും വലിയ മിസ്സായിട്ട് തോന്നുന്ന ഒരു കാര്യം അതാണ്. ഞാൻ ലൈഫിൽ ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയില്ല എന്നുള്ള ഒരു കാര്യം. സോ ഓൾവേസ് കീപ് ഫ്രണ്ട്സിനെ എപ്പോഴും കീപ്പ് ചെയ്യുക. CMA ക്വാളിഫൈഡ് അല്ല, ഞാൻ CE ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. CA ക്വാളിഫൈഡ് അല്ല. CA എനിക്ക് ഇനിയും പാസ്സാവാണ്ട്, ഒരുപാട് തവണ എഴുതുന്നു. ഓക്കെ, പാസ്സാവും, എങ്ങനെയാലും പാസ്സായിട്ടേ കഴിയുമ്പോൾ മാറുള്ളൂ. പെണ്ണ് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ, ആദ്യം CA. സാറിൻ്റെ വീട്ടിൽ പറഞ്ഞ് എല്ലാവരും സഹായിക്കുക. അവർക്ക് ഇപ്പോഴും ഞാനൊരു ചെറിയ കുട്ടിയാന്ന് തോന്നുന്നു. മേ ബി അതായിരിക്കാം. ഓക്കെ, സാരമില്ല, ഒരു സമയമാകുമ്പോൾ കല്യാണം കഴിക്കോളും. ഓക്കെ, നമുക്ക് നോക്കാം. വെറുതെ ചുമ്മാ. ഓക്കെ, ഞാൻ കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുമെന്നല്ല കേട്ടോ, ചുമ്മാ പറഞ്ഞു. ഓക്കെ, യെസ്, നമുക്ക് ടോപ്പിക്കിലോട്ട് തിരിച്ച് കിടക്കാം. നമുക്ക് ബാക്കി ടോക്കിങ്സ് പിന്നെ ചെയ്യാം. ഓക്കെ, എനിക്ക് മാനസികമായി തളരും ഇങ്ങനത്തെ ടോപ്പിക്കിലോട്ടൊക്കെ ഞാൻ പോയി കഴിഞ്ഞാൽ. ഓക്കെ, യെസ്. ഇപ്പൊ സിംഗിളാന്ന് പറഞ്ഞത് ഇപ്പം ഒരു നാണക്കേടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോഴത്തെ ജനറേഷനിൽ ഞാൻ സിംഗിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാണക്കേടാ, സത്യം പറയാം. ഇറ്റ്സ് എ ഫാക്ട്.
സിംഗിളാണ്, അയ്യേ സിംഗിളാ എന്ന് പറയും. മനസ്സിലായോ? യെസ്, അത് ഒരു ഫാക്ട്. ഇത് 90s കിഡ്സിന് അത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഈ 20K കിഡ്സിൻ്റെ കേസിലൊക്കെ അങ്ങനെയാണ്. ഞാൻ 90s കിഡാണ്. ഓക്കെ, ഐ തിങ്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പം സിംഗിളാന്ന് പറയുമ്പം അയ്യേ സിംഗിളാ വരും. ഓക്കെ, മതി 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 മതി. വൺസ് യു ഗെറ്റ് മാരീഡ് യു വിൽ മിസ് ബീങ് സിംഗിൾ. ദാറ്റ്സ് പക്ക. ഭയങ്കര ഒരു സാർ ഇപ്പോഴത്തെ ജനറേഷനിൽ സിംഗിൾ ആണ് നല്ലത്. യെസ്, അതും കറക്റ്റാണ് കേട്ടോ. ഇപ്പോഴത്തെ ജനറേഷൻ സിംഗിൾ ആണ് നല്ലത്. യെസ്, അല്ല ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ വേറെ ആരെയും ഉപദ്രവിക്കാതെ നമ്മളെ വേറെ ആരെയും അല്ലേ, കമ്മിറ്റഡ് ഒക്കെ ആകുമ്പോൾ വലിയ കോംപ്ലിക്കേഷൻ ആണ് ആക്ച്വലി. ഞാൻ പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. സോ നമുക്ക് നമ്മളെ കാര്യം നോക്കി നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് പുറത്ത് പോകണമെങ്കിൽ ഞാൻ പുറത്ത് നമുക്ക് ഒറ്റയ്ക്ക് പുറത്ത് പോകാം, എന്തും ചെയ്യാം അല്ലേ. പക്ഷേ ചില മൊമെന്റ്സിലൊക്കെ അത് ഭയങ്കര ഇപ്പം ഞാൻ എന്താ അറിയോ, ഇപ്പം ഞാനിപ്പോൾ ഇത് ഓർത്തെടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 2 ദിവസം മുമ്പ് ഒരു കാലിക്കറ്റ് പോയി. ഇപ്പോൾ കാലിക്കറ്റ് ഒരാളെ മീറ്റ് ചെയ്യാൻ പോയത്, ഒരു ഓഫീസ് മീറ്റിംഗ് പോയത്. അപ്പോൾ അയാൾ ഉച്ചയ്ക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു സിനിമക്ക് കയറാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ സിനിമക്ക് കയറി. ഓക്കെ, ബോറടിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ് എടുക്കാം. അപ്പോൾ ഞാൻ ഇത് പറയാനുള്ള റീസൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ സിനിമക്ക് കയറി ഗുരുവായൂർ അമ്പലം നടയിൽ എന്നുള്ള സിനിമയായിരുന്നു. അപ്പം ഞാൻ സിനിമക്ക് കയറി. അപ്പം അന്ന് ആരുമില്ല, ഒരു 11 മണിത്തെ ഷോ എന്തോമാണ്. അപ്പം ഞാൻ ടിക്കറ്റ് എടുത്ത് കയറി. ഞാൻ സെൻട്രലിൽ ടിക്കറ്റ് എടുത്ത് കയറി. ഞാൻ എന്താ പറയുക, ഉള്ളിൽ കയറി നോക്കിയപ്പോൾ സെൻട്രലിൽ ഞാൻ മാത്രം നടുവിൽ, വേറെ ആരുമില്ല. എൻ്റെ സൈഡിലും ഇല്ല, മുന്നിലും ഇല്ല, ആരുമില്ല. നോക്കുമ്പോൾ സൈഡ് സീറ്റിലൊക്കെ ഫുൾ കപ്പിൾസ്. ഞാൻ ഇതെന്താ ഇങ്ങനെ ഫുൾ സൈഡ് സീറ്റിൽ കപ്പിൾസ്. ദാറ്റ് മീൻസ് അത് അത്ര ഏജ് ഒന്നും ഇല്ലാത്ത കപ്പിൾസ് ആണെന്ന് മീൻസ് എൻ്റെ അത്രയും അധികം ഏജ് ഇല്ലാത്ത ചെറിയ ആൾക്കാർ. അപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോമഡി ഫിലിമായിരുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി പടം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു ട്രാജഡി ആയിരുന്നു എനിക്ക്. ഞാനിങ്ങനെ ആലോചിച്ച് എനിക്കൊരു നാണക്കേട്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ബാഗും തൂക്കി ഞാൻ മാത്രം, അല്ലെങ്കിൽ അവരൊക്കെ ഒരുമിച്ച് നടന്നിങ്ങനെ പോകുന്നു. ഞാൻ ആകെ ഉള്ള കാര്യം ഞാൻ ഷോക്ക്ഡായി ആക്ച്വലി ഇത് കണ്ടപ്പോൾ. ഓക്കെ, സോ അതിന് ശേഷം ഞാൻ ആകെ ഡൗൺ ആയത്. സോ ഇത് വല്ലാതെ ട്രാജഡി ആണല്ലോ എന്നുള്ളത്. ഓക്കെ, ടോപ്പിക് ഇന്ന് തെന്നി മാറി, തിരിച്ചു വരാം. ഓക്കെ, നമുക്കൊരു ടോപ്പിക് കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ പോകും. എടാ, ആ പടം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ ആസ്വദിക്കാൻ പറ്റി, നല്ല പടമായിരുന്നു. ഓക്കെ, നമ്മൾ തിരിച്ചു വരാം. എടാ, ഇൻ കേസ് ഓഫ് റിവേഴ്സ് ചാർജിന്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സും സർവീസും എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, തിരിച്ചു പോയാലോ? യെസ് പറഞ്ഞ് കുറെ ആൾക്കാരൊക്കെ ലീവ് ചെയ്ത് എൻ്റെ കഥ കേട്ടിട്ടാന്ന് തോന്നുന്നു. ഓക്കെ, യെസ്, തിരിച്ചു വരാം. യെസ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും എന്തെങ്കിലും ഹേർട്ടായെങ്കിൽ ഐ എം സോറി. ഞാൻ അങ്ങനെ സ്പെസിഫിക്കലി ആരെയും അങ്ങനെ ഹേർട്ടാക്കാൻ പറഞ്ഞതല്ല. ഓക്കെ, ടൈം ഓഫ് സപ്ലൈ ഓഫ് ഒരു മിനിറ്റ്. ഓക്കെ, ടൈം ഓഫ് സപ്ലൈ വേർ ടാക്സ് ഈസ് പേയബിൾ അണ്ടർ റിവേഴ്സ് ചാർജ്. റിവേഴ്സ് ചാർജ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി മുമ്പ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു. റിവേഴ്സ് ചാർജ് എന്താണെന്നൊക്കെ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ റിവേഴ്സ് ചാർജിന്റെ കേസിൽ ഗുഡ്സിന്റെ കേസ് അങ്ങനെ, ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് അങ്ങനെ, ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അങ്ങനെ. ഇത് സിമ്പിൾ ആണ്. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ റിവേഴ്സ് ചാർജിന്റെ ഒരു പ്രത്യേകത എന്താ റിവേഴ്സ് ചാർജിന്റെ പ്രത്യേകത എന്താ? ആരാ ടാക്സ് അടക്കുക? റെസിപ്പന്റിനാണ് ടാക്സ് അടക്കുന്നത്. ഓക്കെ, അപ്പോൾ റെസിപ്പന്റിനാണ് അറിയേണ്ടത് ടൈം ഓഫ് സപ്ലൈ എപ്പോഴാന്നുള്ളത്. ശരിയല്ലേ? അല്ലേ, റെസിപ്പന്റിനാണ് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഏർലിയസ്റ്റ് ഓഫ് ദി ഗുഡ്സിന്റെ കേസിൽ ഏർലിയസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. ഒരു ഡേറ്റ് എന്താ? 3 ഡേറ്റ് ഉണ്ട് കേട്ടോ. ഒരു ഡേറ്റ് എന്താ? റിസീറ്റ് ഓഫ് ഗുഡ്സ് റിസീവ് ചെയ്ത ഡേറ്റ്. ഇതാണോ ആദ്യം നടന്നെങ്കിൽ അത്. അതായത് ഡേറ്റ് ഓഫ് പേയ്മെന്റ് ആസ് എൻറ്റേർഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ദി റെസിപ്പന്റ്. എൻ്റെ ബുക്കിൽ ഞാൻ ആ റെസിപ്പന്റ്, അപ്പോൾ എൻ്റെ ബുക്കിൽ എപ്പോഴാണോ അത് എൻ്റർ ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റഡ് ഫ്രം ദി അല്ലേ, ഞാൻ എൻ്റെ ബാങ്കിൽ നിന്ന് ഡെബിറ്റ് അല്ലേ ചെയ്യുക, ഡെബിറ്റഡ് ഫ്രം ഹിസ് ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? പേയ്മെന്റ് പോയി. ഓക്കെ, പേയ്മെന്റ് പോയ ഡേറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. അതല്ലാന്നുണ്ടെങ്കിൽ 31st day ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബൈ ദി സപ്ലയർ. 31st day ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. 31st day. ചില ബുക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ ചിലപ്പം 30 സക്സീഡിങ് ദി ഡേ ഫ്രം ദി 30 അങ്ങനെയൊക്കെ കാണാം. അതിനെക്കാട്ടി നല്ലത് 31ാമത്തെ ദിവസം, 31st day. ഓക്കെ, അപ്പോൾ 3 ഡേറ്റ്. ഒന്ന് ഏതൊക്കെയാണ്? ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻ കേസ് ഓഫ് റിവേഴ്സ് ചാർജ് ആണെങ്കിൽ ഒന്ന് ഗുഡ്സ് റിസീവ് ചെയ്ത ഡേറ്റ്, അല്ലെങ്കിൽ പേയ്മെന്റ് പോയ ഡേറ്റ്. ആ പേയ്മെന്റ് പോയ ഡേറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, പേയ്മെന്റ് എൻ്റർ ചെയ്ത ഡേറ്റോ അല്ലെങ്കിൽ പേയ്മെന്റ് ആക്ച്വലി ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോയ ഡേറ്റോ വിച്ച് എവർ ഈസ് ഏർലിയർ, ആ ഡേറ്റ്. അതും അല്ലെങ്കിൽ 31st day ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ്. ഇതിൽ ഏതാണോ ആദ്യം നടന്നത് അതാണ് അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ. അപ്പോൾ പലർക്കും ഡൗട്ട് തോന്നും, സാറേ ഇതെങ്ങനെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ സപ്ലയർ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുമോ? അല്ല, സപ്ലയർ ഇൻവോയ്സ് ഒരു ബില്ലെങ്കിലും തരൂലേ? ജസ്റ്റ് അൺരജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിലും അയാൾ ബില്ല് തരൂലേ?
അപ്പം അതാണ് ഉദ്ദേശിച്ചത്. ആ ഇൻവോയ്സ് അല്ല ബിൽ സംതിങ്. അപ്പോൾ ആ ഇഷ്യൂ എന്നാണോ ഇഷ്യൂ ചെയ്തത് അതിന് 31ാമത്തെ ദിവസം. ഓക്കെ, ഇതേ കേസ് തന്നെ സപ്ലൈ സർവീസിലും പറയുന്നത്. പക്ഷേ അവിടെ 61st ഡേ, സപ്ലൈ സർവീസസിൽ 61st ഡേ. യെസ്, സെയിം കേസ് പറയുന്നത്. അവിടെ റിസീറ്റ് ഓഫ് ഗുഡ്സ് ഇല്ല. കാരണം എന്താ? സർവീസസിൽ ഇത് ഗുഡ്സ് ഇടും, അവിടെ റിസീറ്റ് ഓഫ് ഗുഡ്സ് എന്നുള്ള പ്രൊവിഷൻ ഇല്ല. ബാക്കി രണ്ടും സെയിം. എന്ത്? ഡേറ്റ് ഓഫ് പേയ്മെന്റ് as entered in the books of account അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയ ദിവസം. ഇവിടെ 61st ഡേ ഫ്രം ദി ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ബൈ ദ സപ്ലയർ. 61st. ഓക്കെ, അപ്പോൾ 31st 61st 31st ഡേ ഫ്രം ടൈം ഓഫ് സപ്ലൈ ഗുഡ്സ്, 61st ഡേ ഗുഡ്സ് സർവീസസിന്റെ കേസിൽ. ഓക്കെ, സിമ്പിൾ ആണ്. അപ്പോൾ ആ ഡേ ഓർത്ത് വെക്കുക, 61st 31st. ഇനി മേലെ പറഞ്ഞ നിങ്ങൾക്ക് അസർട്ടൈനബിൾ അല്ല, മേലെ പറഞ്ഞ പാരാമീറ്റേഴ്സ് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, അതനുസരിച്ച് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ ടൈം ഓഫ് സപ്ലൈ ഷാൽ ബി ദ ഡേറ്റ് ഓഫ് എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ദി റിസീപ്പന്റ് ഓഫ് ദി സപ്ലൈ. ടൈം ഓഫ് സപ്ലൈ ഷാൽ ബി ദ ഡേറ്റ് ഓഫ് എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് റിസീപ്പന്റെ ബുക്സിൽ എപ്പോഴാണോ എൻ്റർ ചെയ്യുന്നത് ആ ഡേറ്റ് ആണ് സപ്ലൈ റിസീവ് എന്താ പറയുക ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, ഇനി ഇത്രയും ഓക്കെയാണ്. ഓക്കെ, യെസ്, ഓക്കെ. ദെൻ ഓക്കെ, നോട്ട് ഇമ്പോർട്ട് ഓഫ് സർവീസ്. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫ്രം ദി ഇത് നോക്കി വെക്കുക, ഇത് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. ഞാൻ ബോൾഡ് ചെയ്യാൻ മറന്നുപോയത്, അത് ബോൾഡ് ചെയ്യണമെന്ന് വിചാരിച്ച സാധനമായിരുന്നു. MCQയിൽ ചോദിക്കുന്ന ഒരു സാധനമാണത്. ഇമ്പോർട്ട് ഓഫ് സർവീസ് അസോസിയേറ്റഡ് എന്റർപ്രൈസ്. അസോസിയേറ്റഡ് എന്റർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പുറത്തുള്ള ഏതെങ്കിലും ഒരു എന്റർപ്രൈസ്, ദാറ്റ് മീൻസ് പുറത്തുള്ള ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണ്. ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫ്രം ദി അസോസിയേറ്റഡ് എന്റർപ്രൈസിന്റെ കേസിൽ ടൈം ഓഫ് സപ്ലൈ കണ്ടെത്താൻ ഉള്ള ഇതാ പറയുന്നത് ഡേറ്റ് ഓഫ് എൻട്രി ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദി റിസീപ്പിയന്റ് ഓർ ദി ഡേറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് എവർ ഈസ് എർലിയർ. ഇത് ഇതേമാതിരി ഓർത്ത് വെച്ചാൽ മതി, മൈൻഡിൽ ഉണ്ടായാൽ മതി ടൈം ഓഫ് സപ്ലൈൻ്റെ ഈ കേസിൽ. അത് അസോസിയേറ്റഡ് എന്റർപ്രൈസ് കാണുകയാണെങ്കിൽ മാത്രം. ഇമ്പോർട്ട് ഓഫ് സർവീസ് ഫ്രം ദി അസോസിയേറ്റഡ് എന്റർപ്രൈസ് ആണെങ്കിൽ ഡേറ്റ് ഓഫ് എൻട്രി ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദി റിസീപ്പിയന്റ് ഓർ ദി ഡേറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് എവർ ഈസ് എർലിയർ. ഓക്കെ, റിസീപ്പിയന്റിന്റെ ബുക്സിൽ എൻ്റർ ചെയ്യുന്ന ഡേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് എവർ ഈസ് എർലിയർ. ഓക്കെ, ദെൻ അടുത്തത് ഇനി നമുക്കുള്ളത് മേലെ പറഞ്ഞ എന്തൊക്കെ ടൈം ഓഫ് സപ്ലൈ നോക്കി. ടൈം ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സും സർവീസും, ഫോർവേഡ് ചാർജിലും റിവേഴ്സ് ചാർജിലും രണ്ടിലും നോക്കി. ഇനിയുള്ളത് വൗച്ചേഴ്സ് ആണ്. ടൈം ഓഫ് സപ്ലൈ ഓഫ് വൗച്ചേഴ്സ് എക്സ്ചേഞ്ചബിൾ ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ വൗച്ചേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യില്ല. അപ്പോൾ ആ വൗച്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ വൗച്ചേഴ്സിന്റെ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണ് എന്നുള്ളത്, ഇതും കൂടുതൽ കണ്ടിട്ടുള്ള MCQയിലായിരിക്കാം. അതല്ല ചെറിയ ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ കേസ് സിമ്പിൾ ആണ്. ഈ വെദർ ദിസ് വൗച്ചർ ഈസ് ഐഡന്റിഫയബിൾ. എന്താണ് ഐഡന്റിഫയബിൾ എന്നുള്ളത് നമ്മൾ പറയാം. ഓക്കെ, ആദ്യം വൗച്ചർ ഐഡന്റിഫയബിൾ ആണെങ്കിൽ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ. വൗച്ചർ ഐഡന്റിഫയബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് വൗച്ചർ. റിഡംഷൻ ഓഫ് വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൗച്ചർ മാറ്റി സാധനം വാങ്ങൂലേ, ദാറ്റ് മീൻസ് റിഡീം ചെയ്യില്ല വൗച്ചർ ആ ഡേറ്റ്. അപ്പം ഒറ്റ കാര്യം വൗച്ചറിന്റെ കേസിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. വൗച്ചറിന്റെ കേസിൽ എന്താണ് ആലോചിക്കേണ്ടത്? വൗച്ചറിന്റെ കേസിൽ വൗച്ചർ രണ്ടിലും വരും കേട്ടോ. അതാണ് വേറെ അവിടെ സിമ്പിൾ ആക്കിയിട്ടാണ് പറഞ്ഞിട്ടില്ല. ശരിക്കും ഗുഡ്സിന്റെ കേസിലും സർവീസസിന്റെ കേസിലും എന്ത് വരും? വൗച്ചർ വരും. അതാണ് രണ്ട് സെക്ഷൻ. സെക്ഷൻ 12 സബ്സെക്ഷൻ 4. 12 ഞാൻ പറഞ്ഞു, 12 എന്താ? ഗുഡ്സ്. 12 സബ്സെക്ഷൻ 4 എന്താ? ഗുഡ്സിന്റെ കേസിൽ വൗച്ചർ. 13 എന്താ? സർവീസ്. അപ്പം ടൈം ഓഫ് സപ്ലൈ ഓഫ് സർവീസ് ഇൻ കേസ് ഓഫ് വൗച്ചേഴ്സിന്റെ കേസാണ് 13 സബ്സെക്ഷൻ 4. ഓക്കെ, രണ്ടിലും സെയിം പ്രൊവിഷൻ. അപ്പം നിങ്ങൾ രണ്ടിട്ട് എഴുതുന്നവരോട്ട് എഴുതിയാൽ പോരെ, ഒരിട്ടം പഠിച്ചാൽ പോരെ. യെസ്, സെയിം, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പം സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഐഡന്റിഫയബിൾ ആണെങ്കിൽ ദ ടൈം ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചറും ടൈം ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചർ ആയിരിക്കും. ദെൻ അതേഴ്സിന്റെ ദാറ്റ് മീൻസ് നോട്ട് ഐഡന്റിഫയബിൾ ആണെങ്കിൽ ഡേറ്റ് ഓഫ് റിഡംഷൻ ഓഫ് വൗച്ചർ. താഴെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഐഡന്റിഫയബിൾ ഞാൻ പറയാം. വിത്ത് ഈച്ച് പർച്ചേസ് ഓഫ് എ ലാർജ് പിസ്സ ഡ്യൂറിംഗ് ക്രിസ്മസ് വീക്ക് ഫ്രം പെർഫെക്റ്റ് പിസ്സ one can buy a voucher for ₹20 which will be redeemed till 5th Jan for small pizza. അപ്പോൾ ഞാനൊരു ലാർജ് പിസ്സ വാങ്ങിക്കഴിഞ്ഞാൽ 20 രൂപയുടെ ഒരു വൗച്ചർ കിട്ടും. ആ വൗച്ചർ ഉപയോഗിച്ച് എനിക്ക് എങ്ങനെ റിഡീം ചെയ്യാം? എനിക്കൊരു സ്മോൾ പിസ്സ ജനുവരി 5-ാം തീയതി വരെ എനിക്കൊരു സ്മോൾ പിസ്സ വാങ്ങാൻ പറ്റും. As the supply against which the voucher will be redeemed is known as date of sale. The time of supply is date of issue of voucher. ഇവിടെ നോക്കിക്കടാ, ഈ വൗച്ചർ ഐഡന്റിഫയബിൾ ആണോ അല്ലേ? ഐഡന്റിഫയബിൾ. ഞാൻ ഐഡന്റിഫയബിൾ എന്താന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ. ഐഡന്റിഫയബിൾ ആണോ അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വെദർ ദിസ് വൗച്ചർ ഈസ് ഐഡന്റിഫയബിൾ. 20 രൂപയുടെ വൗച്ചർ ഐഡന്റിഫയബിൾ ആണോ അല്ലേ? യെസ് ഓർ നോ? നിങ്ങൾ തോന്നുന്നത് പറ. യെസ്, ഐഡന്റിഫയബിൾ ആണ്. കാരണം എന്താ? യെസ്, ഐഡന്റിഫയബിൾ. കാരണം പിസ്സ വൗച്ചർ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ആ വൗച്ചർ എനിക്ക് എന്ത് മാത്രമേ പറ്റുള്ളൂ? പിസ്സ മാത്രമേ എനിക്ക് റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് ഐഡന്റിഫയബിൾ ടു എ പെർട്ടിക്കുലർ ഐറ്റം. അതാണ് ഐഡന്റിഫയബിൾ. അപ്പോൾ അങ്ങനെ ഐഡന്റിഫയബിൾ ആണെന്നുണ്ടെങ്കിൽ എന്നാണോ വൗച്ചർ മീൻസ് പിസ്സയുടെ വൗച്ചർ ഇഷ്യൂ ചെയ്തത് അതാണ് അതിൻ്റെ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ആ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് വൗച്ചറാണ് ടൈം ഓഫ് സപ്ലൈ. ഇനി ഐഡന്റിഫയബിൾ അല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് പെർട്ടിക്കുലർലി ആ വൗച്ചർ വെച്ചിട്ടൊന്നും പറയുന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇന്നതെന്നൊന്നും ഒരു പെർട്ടിക്കുലർ ഐഡന്റിഫയബിൾ അല്ല ഒരു സാധനത്തുമ്പോൾ എന്നുണ്ടെങ്കിൽ എന്താണ് വരിക? എന്നാണോ റിഡീം ചെയ്യുന്നത് അതാ ഡേറ്റ് ആണ് ഇഷ്യൂ ഓഫ് ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, ഓർത്ത് വെക്കാം കേട്ടോ.
ഇനി റെസിജ്വൽ കേസ് എന്ന് പറഞ്ഞാൽ മേലെ പറഞ്ഞൊന്നല്ലാതെ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എപ്പോൾ എന്നുള്ളതാണ് റെസിജ്വൽ കേസ്. ഇഫ് ദ സിറ്റുവേഷൻ ഈസ് നോട്ട് കവേർഡ് ബൈ എനി ഓഫ് ദി പ്രൊവിഷൻ ഡിസ്കസ്ഡ് അബോ ദ ടൈം ഓഫ് സപ്ലൈ ഷാൽ ബി ഡിറ്റർമൈൻ വിത്ത് ദി ഫോളോയിങ്. ഒന്ന്, പീരിയോഡിക്കൽ റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യണമല്ലോ എല്ലാ മാസം, അതിൻ്റെ ഡ്യൂ ഡേറ്റ്. അതർ കേസിൽ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ടാക്സ്. ഓക്കെ, ഇത് ജസ്റ്റ് റെസിജ്വൽ കേസാണ്, വേറെ ഒന്നും പറയുന്നില്ല. അത് രണ്ടിലും വരുന്നുണ്ട്, സെക്ഷൻ 12 സബ്സെക്ഷൻ 5 സെക്ഷൻ 13 സബ്സെക്ഷൻ 5. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിൾ താഴെയുണ്ട്. ഓക്കെ, ഇത് പല ആൾക്കാർക്കും ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടോ പോലെ എക്സാമ്പിൾ കൂട്ടിച്ചേർത്ത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായി. ഓക്കെ, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നു. ഓക്കെ, GSTയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ. നിങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ ഇതൊക്കെ നിങ്ങൾ ഫൈനലിലാണ് പഠിക്കുക, അടിപൊളിയാണ്. GSTയിൽ ഒരുപാട് ഒഫൻസുകളുണ്ട്, 21 ടൈപ്പ് ഓഫ് ഒഫൻസോ അങ്ങനെ എന്തോ ഉണ്ട് GSTയിൽ ഫൈനലിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിക്കാനുണ്ടാവും, അതൊക്കെ ഫൈനലിൽ പഠിക്കും. ഓക്കെ, ഈ സെയിം GST, ദാറ്റ് മീൻസ് നിങ്ങൾ ഇവിടെ പഠിക്കുന്ന സെയിം GST ഫൈനലിൽ അതേപോലെ കോപ്പി പേസ്റ്റ് ആയിട്ട് ഫൈനലിൽ വരുന്നുണ്ട്. അപ്പോൾ DTയും IDT ഒക്കെ ഇപ്പോൾ നല്ല പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഫൈനലിൽ നിങ്ങൾക്ക് നല്ല എളുപ്പമായിരിക്കും. സത്യം പറയാം, ഇപ്പോൾ നിങ്ങൾ തീരെ നോക്കുന്നില്ല, കുറേയൊക്കെ സ്കിപ്പ് അടിക്കാന്നുണ്ടെങ്കിൽ ആ സാധനം എവിടെ പോയാലും ഫൈനലിൽ ഉണ്ടാവും. ഇവിടെ സ്കിപ്പ് അടിച്ചാൽ ഫൈനലുണ്ടോ? ഇപ്പോൾ കുറേ ആൾക്കാർ സ്കിപ്പ് അടിക്കുന്ന ഒരു സാധനമാണ് TDS, നമ്മളെ TTയിലെ TDSും TCSും. നിങ്ങൾ ഇവിടെ സ്കിപ്പ് അടിച്ചാൽ നിങ്ങൾക്ക് എവിടെയൊക്കെ വരും എന്നറിയത്, ആർട്ടിക്കിൾഷിപ്പിൽ TDSും TCSും പഠിക്കാതെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം അവിടെ TDSും TCSിൻ്റെ കളികളാണ്. ദാറ്റ് മീൻസ് അവിടെ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടി വരും, TDSിൻ്റെ ഒക്കെ പ്രൊവിഷൻ അറിഞ്ഞില്ലെങ്കിൽ പണി കിട്ടും. ഞാൻ അതല്ല, അവിടെയും നമ്മൾ സ്കിപ്പ് അടിച്ച് അങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നേരെ പോയി എടുക്കുന്ന ഫൈനലാണ്. ഫൈനലിൽ TDSും TCSും എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും, വെരി ഇമ്പോർട്ടൻ്റാണ്. മനസ്സിലായ? അപ്പോൾ ഇവിടെ സ്കിപ്പ് അടിച്ചാൽ എങ്ങനെയാലും ഫൈനലിൽ വരും, വിടൂല. ICMA നിങ്ങളെ വിടൂല. ഓക്കെ, ദെൻ ഇൻവെസ്റ്റിഗേഷൻ റിവീൽസ് ഒരു ക്ലാൻഡസ്റ്റൈൻ റിമൂവൽ ഓഫ് ഗുഡ്സ് ബൈ എ സപ്ലയർ ഹു ഈസ് നോട്ട് രജിസ്റ്റേർഡ്. അതൊന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് അപ്പോൾ സം കോറോബറേറ്റിംഗ് മെറ്റീരിയൽ എവിഡൻസ് ഒക്കെ കിട്ടി. സപ്ലൈ വോളണ്ടറിലി പേസ് ടാക്സ് ഡ്യൂറിംഗ് ദി ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടന്നപ്പോൾ അവരോട് പറഞ്ഞ് ടാക്സ് അടക്കണമെന്ന് പറഞ്ഞ് അയാൾ എന്ത് ചെയ്തു, വോളണ്ടറിലി ടാക്സ് അടച്ച്. ഇന്ററിൽ അത്ര ഇമ്പോർട്ടൻറ്റ് അല്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. ഓക്കെ, ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ഞാനും പഠിക്കില്ല, അങ്ങനെയല്ല. ദാറ്റ് മീൻസ് ആ TDSും TCSനും ഒരു റെസ്പെക്റ്റീവ് പോർഷൻ കുറച്ച് മാർക്കല്ലേ വരുള്ളൂ, കുറേ പഠിക്കണ്ടേ, കുറച്ച് മാർക്ക് കുറേ പഠിക്കണം. അപ്പോൾ ആ കുറച്ച് മാർക്ക് കുറേ പഠിക്കണം, ആ കുറേ പഠിക്കുന്നത് നേരെ PGP കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ PGP കുറേ മാർക്ക് കിട്ടൂലേ. ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ ഇന്റർവ്യൂ TDSും TCSും പഠിക്കാതെ പോയി എക്സാം എഴുതി. ഞാൻ അത് മാതൃകയാക്കിയിട്ട് നിങ്ങൾ പഠിക്കാതിരിക്കണ്ട. ഞാൻ പെട്ട്, ഞാൻ ആർട്ടിക്കിൾഷിപ്പിന് പോയപ്പോൾ ശരിക്കും പെട്ട്. എനിക്കൊന്നും അറിയില്ല TDSും TCSും, സെക്ഷൻ പോലും അറിയില്ലായിരുന്നു. നല്ല ചെയ്തിട്ടുണ്ട് സീനിയർ എടുത്ത് ആദ്യം ആർട്ടിക്കിൾഷിപ്പിന് കയറിയ ജോയിൻ ഫേമിൽ. ദെൻ അവിടെ നമ്മൾ പറഞ്ഞ ഓക്കെ, അപ്പം വളണ്ടർലി എന്ത് ചെയ്യാണ്, ഇത് സിമ്പിൾ ആണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അപ്പോൾ സപ്ലയർ ടാക്സ് അടക്കുകയാണ്, അപ്പം വളണ്ടർലി ടാക്സ് അടക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷന് ബദലായിട്ട് ടാക്സ് അടക്കണം എന്ന് പറഞ്ഞാൽ ടാക്സ് അടച്ച്. അപ്പം ടാക്സിന്റെ പീരീഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് അടക്കുന്ന ടൈം, ആ ടാക്സ് പേ ചെയ്ത ആ സമയമാണ് എന്ത്, ടൈം ഓഫ് സപ്ലൈ. അത്രേ ഉള്ളൂ. ദ ടൈം ഓഫ് സപ്ലൈ വിൽ ബി ദ ഡേറ്റ് ഓൺ വിച്ച് ടാക്സ് ഈസ് പെയ്ഡ്. ബീയിങ് ആൻ അൺരജിസ്റ്റേർഡ് ദ സപ്ലയർ ഈസ് നോട്ട് റിക്വയർഡ് ടു ഫയൽ പീരിയോഡിക്കൽ റിട്ടേൺ. ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആയിരുന്നു, അയാൾ എന്തോ കള്ളത്തരം നടത്തി, രജിസ്റ്റർ ചെയ്യാത്ത പേഴ്സൺ ആയിരുന്നു. പക്ഷേ ഗവൺമെന്റ് പറഞ്ഞു, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയപ്പോൾ ഓഫീസർ പറഞ്ഞു നിങ്ങൾ ടാക്സ് അടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ടാക്സ് അടച്ച ആ സമയമാണ് എന്ത്, ടൈം ഓഫ് സപ്ലൈ. അത്രേ ഉള്ളൂ, സിമ്പിൾ കേസ്. ഈ കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം ഓഫ് സപ്ലൈ ഫോർ ആൻ അഡീഷൻ ഇൻ വാല്യൂ ഓഫ് ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി ഫോർ ഡിലേഡ് പേയ്മെന്റ് ഓഫ് കൺസിഡറേഷൻ. സെക്ഷൻ 12 സബ്സെക്ഷൻ 6ഉം സെക്ഷൻ 13 സബ്സെക്ഷൻ 6ഉം. എടാ, ഈ അധിക കേസിലും ഈ ബിസിനസ് മാൻമാർ ചെയ്യുന്ന ഒരു കാര്യമാണ്, കറക്റ്റ് ഡേറ്റിൽ പേയ്മെന്റ് തന്നില്ലെങ്കിൽ അഡീഷണലി നമ്മൾ ഇൻട്രസ്റ്റോ ലേറ്റ് ഫീയോ വാങ്ങും. ശരിയല്ലേ? അഡീഷണലി ഇൻട്രസ്റ്റോ ലേറ്റ് ഫീ വാങ്ങും. ആ ഇൻട്രസ്റ്റോ ലേറ്റ് ഫീൻ്റെ മുകളിൽ ടാക്സ് വരുമോ? യെസ് ഓർ നോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? GST വരുമോ? ഇപ്പം ഞാനൊരു 10,000 രൂപയുടെ ഒരു സാധനം ഞാൻ വിറ്റ്, എനിക്ക് അയാൾ പൈസ തന്നിട്ടില്ല. സാധനം ഞാൻ കൊടുത്ത്, അയാൾ ബില്ലൊക്കെ അടിച്ച് അയാൾ കൊണ്ടുപോയി. അപ്പം അവിടെ എന്താ വെച്ചാൽ അയാൾ സാധനം കൊണ്ടുപോയി, 10,000 രൂപ അയാൾ തരാനുണ്ട്. അയാൾ ഞാൻ പറഞ്ഞു 10 ദിവസത്തിനുള്ളിൽ തന്നിട്ടില്ലെങ്കിൽ 100 രൂപ എക്സ്ട്രാ തരേണ്ടി വരും പറഞ്ഞു. അപ്പോൾ 10,100, അല്ലെങ്കിൽ 1000 രൂപ എക്സ്ട്രാ തരേണ്ടി വരുന്നത്. അപ്പോൾ 11,000 എനിക്ക് തരണം. അപ്പോൾ അവിടെ എക്സ്ട്രാ ആയിട്ട് ലേറ്റ് ഫീ ആയിട്ട് വരുന്നത് 1000 രൂപയാണ്. വെദർ ഈ 1000 രൂപൻ്റെ കൂടെ, ചോദ്യം ഇതാണ്, വെദർ ദീസ് 1000 രൂപേൻ്റെ കൂടെ ഞാൻ അയാൾക്ക് GST കൂടി വാങ്ങണോ? ദാറ്റ് മീൻസ് 1000 പ്ലസ് GST കൂടി വാങ്ങണോ അയാളുടെ അടുത്ത്? അത് 1000 രൂപ മാത്രം വാങ്ങിയാൽ മതി. ഫസ്റ്റ് ചോദ്യം അത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 10,000 രൂപയാണ് സപ്ലൈ ചെയ്തത്. അപ്പം 1000 രൂപ എക്സ്ട്രാ ഞാൻ എന്ത് ചെയ്തു, അയാളെ മീൻസ് ലേറ്റ് ഫീ വേണമെന്ന് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, 1000 രൂപ ലേറ്റ് ഫീ തരുമല്ലോ, അപ്പോൾ 1000 രൂപയുടെ കൂടെ ഞാൻ GST കൂടി വാങ്ങണം? ഇത് പല ആൾക്കാർക്കും ഡൗട്ടുള്ള ഒരു സാധനം കേട്ടോ, ഞാൻ ഇപ്പോൾ ചോദിച്ച ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 10 ദിവസം കഴിഞ്ഞിട്ട് അയാളേക്ക് ഞാൻ 1000 വാങ്ങുമ്പോൾ അയാളോട് പറയാണ് 1000 മാത്രം തന്നാൽ പോരാ, ഇതിൻ്റെ കൂടെ GST കൂടി തരണം എന്ന് പറയണം. അയാൾ ചെള്ളടിച്ച് പൊട്ടിക്കും. ശരിയല്ലേ? അയാൾ 1000 തന്നെ തരുന്നത് വലിയ എന്തോ ഇതാണ്. അപ്പം അതിൻ്റെ കൂടെ GST കൂടി ചോദിച്ചു കഴിഞ്ഞാൽ തന്നത് തന്നെ, കിട്ടിയത് തന്നെ തരൂല.
അത് ചോദിക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് അപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താ? തമാശക്ക് പറഞ്ഞാട്ടോ, ചെല്ല അടിച്ചു കൂട്ടിക്കൊണ്ട് 1000 ഇൻക്ലൂസീവ് ഓഫ് GST എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യും. അത് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അയാൾ ഒരിക്കലും എങ്ങനെയാണ് തരും 1000ൻ്റെ കൂടെ അഗെയിൻ പ്രാക്ടിക്കലി തരാല്ല, അങ്ങനെ തരൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ 1000 ഇൻക്ലൂസീവ് ഓഫ് GST എന്നുള്ള രീതിയിലാണ് കാണുക. ഓക്കെ, അത് മനസ്സിലാക്കുക. പല ആൾക്കാർക്കും അത് അറിയില്ല, പല ആൾക്കാരും തെറ്റിക്കാറുണ്ട്. ഓക്കെ, റിക്കറിംഗ് ആയിട്ട് തെറ്റിക്കുന്ന ഒരു സാധനമാണ് ഞാൻ പറഞ്ഞത്. 1000ൻ്റെ കൂടെ ഇൻക്ലൂസീവ് ഓഫ് GST ആണ്. ഓക്കെ, ഫൈൻ. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ചോദ്യം അപ്പം ഞാൻ അടുത്ത ചോദ്യം കേട്ടോ. അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എപ്പോഴാണ്? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. സെപ്റ്റംബർ 27 അഗെയിൻ എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് സെപ്റ്റംബർ 27 പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിഷയമാണ്, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ എവിടെയെങ്കിലും മാർക്ക് ചെയ്ത് വെച്ചോ. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് സെപ്റ്റംബർ 27 ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. കാരണം എനിക്ക് അങ്ങനെ വിഷ് ചെയ്യാൻ ആൾക്കാരൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വിഷ് ചെയ്യുക. ഓക്കെ, അത് സ്റ്റാറ്റസ് ഒക്കെ ഇടുക. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 27 ഞാൻ സാധനം കൊടുത്തു. ഓക്കെ, ഷുവർ. ഓക്കെ, ഡൺ. അപ്പോൾ സെപ്റ്റംബർ 27 ഞാൻ സാധനം കൊടുത്ത് ഞാൻ അയാളോട് പറഞ്ഞ് എന്താ പറയുക, ഒക്ടോബർ, ഓക്കെ, ഭയങ്കര കുറേ ഡേറ്റ് വരുന്നുണ്ട്, ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, കാത് കൂർപ്പിച്ചിരിക്കുക. ഓക്കെ, സെപ്റ്റംബർ 27 ഞാൻ സാധനം റിമൂവ് ചെയ്തു, ഗുഡ്സ് റിമൂവ് ചെയ്തു. ഓക്കെ, ഞാൻ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് ഒക്ടോബർ 2 എൻ്റെ ഫസ്റ്റ് ചോദ്യം, ഇപ്പോൾ ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ ഏതാ? സെപ്റ്റംബർ 27 ആണോ ഒക്ടോബർ 2 ആണോ? ഗുഡ്സ്, സിമ്പിൾ ചോദ്യം ചോദിച്ചു. നമ്മൾ ആദ്യം പഠിച്ച കാര്യം, ഗുഡ്സ് റിമൂവ് ചെയ്തത് സെപ്റ്റംബർ 27, ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തത് 2. അപ്പോൾ ഇതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എപ്പോൾ എന്നാണ് ചോദിച്ചത്? സെപ്റ്റംബർ 27. ഓക്കെ, അയാൾ പേയ്മെൻറ്റ് തന്നിട്ടില്ല കേട്ടോ. ഞാൻ അയാളോട് പറഞ്ഞ് ഒക്ടോബർ 30 വരെ സമയം തരാം, അല്ലെങ്കിൽ ഒക്ടോബർ 31 വരെ സമയം തരാം. ഒക്ടോബർ 31 നീ തന്നിട്ടില്ലെങ്കിൽ, നവംബർ 1 മുതൽ പെർ ഡേ 100 രൂപ വെച്ച് തരണം എന്ന് പറഞ്ഞു. പെർ ഡേ 100 രൂപ വെച്ച് തരണം, ഓരോ ഡിലേ ഡേയ്സിനും 100 രൂപ വെച്ച് തരണം. അങ്ങനെ അയാൾ എന്ത് ചെയ്ത്, ഒരു നവംബർ 5 അയാൾ പേയ്മെൻറ്റ് തന്നു. അയാൾ എത്ര രൂപ തരിക? ഫസ്റ്റ് ചോദ്യം. മനസ്സിലായില്ല? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യണോ? എടാ, അയാൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് 2 ഇഷ്യൂ ചെയ്ത് അയാളോട് പറഞ്ഞ് എന്ത്, ഒക്ടോബർ 31 നിങ്ങൾ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലേറ്റ് ഫീ എന്ന് പറയുന്നത് പെർ ഡേ 100 വെച്ചിട്ടാണ്. ദാറ്റ് മീൻസ് ഓരോ ദിവസം പിന്നെ 100 വെച്ച് കയറും. അങ്ങനെ അയാൾ ഫൈനലി പേയ്മെൻറ്റ് ചെയ്തു. പേയ്മെൻറ്റ് ചെയ്തത് എന്നാ? നവംബർ 5. അങ്ങനെയാണെങ്കിൽ അയാളുടെ ലേറ്റ് ഫീ എത്ര എന്നാണ് ചോദിച്ചത്. ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് നവംബർ 5, 500. യെസ്, 500. നവംബർ 5 അയാൾ എത്ര പേ ചെയ്യുക? 500 പേ ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 500 രൂപ GSTയിൽ ടാക്സ് ചെയ്യപ്പെടുമോ? ഫസ്റ്റ് അടുത്ത ചോദ്യം, യെസ് ഓർ നോ? ഇൻട്രസ്റ്റ്, ഈ ലേറ്റ് ഫീ ഇൻട്രസ്റ്റ് GSTയിൽ ടാക്സ് ചെയ്യപ്പെടുമോ? യെസ്, ടാക്സ് ചെയ്യപ്പെടും. അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്നാണ് അടുത്ത ചോദ്യം. അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ എന്നാണ് അടുത്ത ചോദ്യം. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ആണോ, അല്ലെങ്കിൽ നവംബർ 5 ആണോ, ഏതിൽ വരും? ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് നവംബർ 5. ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ സംഭവം, നവംബർ 5. ഓക്കെ, അപ്പം ആക്ച്വലി ആ പേയ്മെൻറ്റ് എപ്പോഴാണോ ചെയ്യുന്നത്, ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് ലേറ്റ് ഫീസിൻ്റെ കേസില്ലേ, എപ്പോഴാണോ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യുന്നത്, അതാണ് അതിൻ്റെ ടൈം ഓഫ് സപ്ലൈ. സിമ്പിൾ, അത് പറയാനപ്പോൾ 3 ഞാൻ വളച്ചൊടിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞേ. ഓക്കെ, അയ്യോ, അപ്പോൾ അത് പറഞ്ഞ് അത് കഴിഞ്ഞ്. അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം കേട്ടോ. അതിൻ്റെ എക്സാമ്പിൾ താഴെ ഉണ്ട്, ഞാൻ പറഞ്ഞ പോലെ അല്ല, വേറൊരു എക്സാമ്പിളാണ്. ഇത് നിങ്ങൾ വായിച്ചു നോക്കുക, നിങ്ങളുടെ സൗകര്യം പോലെ വായിച്ചു നോക്കുക. ഓക്കെ, ഇനി ഈ പറയാൻ പോകുന്ന അടുത്ത പ്രൊവിഷൻ CA-കാർക്കില്ല. അപ്പോൾ CA-കാർ ആരെങ്കിലും ഇതിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് വാച്ച്, കേട്ടുകൊണ്ടിരിക്കാം. കാരണം നിങ്ങൾക്ക് ഫൈനലിൽ ആവശ്യമുണ്ട്, ഫൈനലിൽ ഇതുണ്ട്. CMA-കാർക്ക് മാത്രമേ ഈ സാധനം ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം കേട്ടോ, CA-കാർക്ക് കുറേ ക്വസ്റ്റ്യൻ ചെയ്യും. ഇത് കൂടി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഈ സാധനം കൂടി പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സും കൂടി പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ നേരെ ചെയ്യും. കുറച്ച് ഒരു 6-7 ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ റേറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്, സെക്ഷൻ 14 അത് പറയുന്നത്. സെക്ഷൻ 14 ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ CA ഇന്റർ. CMA ഇന്ററിന് മാത്രമേ അത് അപ്ലിക്കബിൾ ഉള്ളൂ. ഓക്കെ, വൈ, എന്തുകൊണ്ടാണ് CMA ഇന്ററിന് അപ്ലിക്കബിൾ ആക്കിയെന്ന് എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. ഓക്കെ, എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, ICMA-നോട് ചോദിക്കുക. ഓക്കെ, ഇത് ഫൈനൽ ടോപ്പിക്കാണ്, ഫൈനൽ ലെവൽ ടോപ്പിക്കാണ്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഈ 5 സാഹചര്യം, 5 സാഹചര്യം 4 സാഹചര്യം, അത്ര 5 സാഹചര്യം 6 സാഹചര്യം, ഈ 6 സാഹചര്യം ഇതേപോലെ പഠിക്കുക. ഓക്കെ, സിമ്പിളാണ്. ഇവിടെ പ്രശ്നം ഇതാണ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
എടാ ഈ GST റേറ്റ് മാറി. അപ്പോൾ GST റേറ്റ് മാറും. എന്താ സാർ അങ്ങനെയൊക്കെ മാറും? യെസ് മാറും. കൗൺസിൽ തീരുമാനിച്ചാൽ മാറും. GST കൗൺസിൽ തീരുമാനിക്കണം നാളെ മുതൽ GST റേറ്റ് ഇതാണ് എന്ന് തീരുമാനിക്കണം. അപ്പോൾ ആ പ്രൊഡക്റ്റിന് GST റേറ്റ് ഇപ്പോൾ 5% ആയിരിക്കും. പെട്ടെന്ന് പറയുകയാണെങ്കിൽ മുതൽ 12% ആണെന്ന് പറയണം. മാറി. അപ്പോൾ GST കൗൺസിലിന് എപ്പോൾ വേണമെങ്കിലും GST റേറ്റ് തീരുമാനിക്കാം. ദാറ്റ്സ് പോസിബിൾ. അപ്പോൾ ഈ കേസിൽ ടൈം ഓഫ് സപ്ലൈ നമ്മൾ നോക്കുമല്ലോ. നോക്കുമ്പോൾ ആ ടൈമത്തെ എത്രയാണോ ആ റേറ്റ് അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഈ റേറ്റ് മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതാണ് അടുത്ത ചോദ്യം. ചിലപ്പോൾ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു, പക്ഷേ സാധനം കൊടുക്കുന്നതിന് മുന്നേ റേറ്റ് മാറി. അങ്ങനെ പല കേസും വരാം. ചിലപ്പോൾ സാധനം കൊടുത്ത് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് റേറ്റ് മാറി. മനസ്സിലാകും. അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്ത് ചെയ്യും എന്നാണ്. അപ്പോൾ എല്ലാ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനാണ് ഇവിടെ നമ്മൾ ടേബിളിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാ പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും പറയുന്നുണ്ട്. ഓക്കെ, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ അല്ലേ? ഓക്കെ, ഇവിടെ ആരെങ്കിലും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആരെങ്കിലും ഉണ്ടോ? സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആരും ഇല്ല. എന്നിപ്പോൾ ഉണ്ടാവില്ല എന്ന് അറിയും കേട്ടോ. വാട്ട് ഈസ് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ? പറയണ്ടായിരുന്നു. ഓക്കെ, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് പല എന്താ പറയാ, എന്തായാലും പറയാ സംതിങ് അങ്ങ് മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നത്. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാഹചര്യങ്ങളും കൺസിഡർ ചെയ്ത് അതാണ് ഉദ്ദേശിക്കുന്നത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. ഐ തിങ്ക് ദാറ്റ്. ഓക്കെ, സയൻസുകാരാണ് ഉത്തരം പറയേണ്ടത്, ഞാനല്ല. ഞാൻ കൊമേഴ്സുകാരനാണ്, പാവം കൊമേഴ്സുകാരൻ, സയൻസ് ഇഷ്ടമല്ലാത്ത കൊമേഴ്സുകാരൻ. ഓക്കെ, സയൻസുകാർ ഉത്തരം പറഞ്ഞു തരും എന്താണ് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്നുള്ളത്. ഐ തിങ്ക് അങ്ങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. യെസ്, എല്ലാ സാഹചര്യങ്ങളും എല്ലാ സിറ്റുവേഷനും പറഞ്ഞിട്ടുണ്ട്, എല്ലാ കോമ്പിനേഷനും എല്ലാ പെർമ്യൂട്ടേഷനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ മേലത്തെ ഹെഡിങ്സ് നമുക്ക് വായിച്ചു നോക്കാം. സപ്ലൈ ഈസ് കംപ്ലീറ്റഡ് ബിഫോർ ദി ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സ്. ഓക്കെ, സപ്ലൈ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് റേറ്റ് മാറുന്നതിന് മുന്നേ. ഫസ്റ്റ് ഓരോ സാഹചര്യം ഓരോ കേസ് പറയാണ്. സപ്ലൈ ഈസ് കംപ്ലീറ്റഡ് ബിഫോർ ദി ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സ്. ഈ റേറ്റ് ഓഫ് ടാക്സ് മാറുന്നതിന് മുന്നേ സപ്ലൈ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻവോയ്സ് ഇഷ്യൂഡ് ബിഫോർ ദി ഡേറ്റ് ഓഫ് ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സ്. ചേഞ്ച് ഇൻ ടാക്സിന് മുന്നേ തന്നെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പേയ്മെന്റ് റിസീവ്ഡ് ബിഫോർ ദി ഡേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ടാക്സ്. ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ടാക്സിന് മുന്നേ പേയ്മെന്റും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ടൈം ഓഫ് സപ്ലൈ ഏതാ, അപ്ലിക്കബിൾ ടാക്സ് റേറ്റ് ഏതാ. അപ്പോൾ ഓരോ സാഹചര്യം നോക്കുക കേട്ടോ. ഫസ്റ്റ് സിറ്റുവേഷൻ പറയുന്നത് സപ്ലൈ കംപ്ലീറ്റ് ചെയ്ത് ടാക്സ് മാറുന്നതിന് മുന്നേ തന്നെ യെസ് സപ്ലൈ ഈസ് കംപ്ലീറ്റഡ്, സപ്ലൈ കംപ്ലീറ്റ് ചെയ്തു. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല. ഓക്കെ, പേയ്മെന്റും കിട്ടിയിട്ടില്ല. ഈ കേസിൽ ആദ്യം ചോദിക്കുന്നത് ടൈം ഓഫ് സപ്ലൈ ഏതാണെന്ന് ചോദിക്കുന്നത്. ഓക്കെ, എന്താ പറയുന്നത്? ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് അല്ലെങ്കിൽ പേയ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. അപ്പം ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് അല്ലെങ്കിൽ പേയ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടാക്സ് റേറ്റ് ഏതാ വരിക? ഓഫ് കോഴ്സ് ടൈം ഓഫ് സപ്ലൈ ഇതിന്റെ ഇടയിലല്ലേ കിടക്കുന്നത്, രണ്ടും ഇല്ലല്ലോ. ദാറ്റ് മീൻസ് ബിഫോർ എന്താ പറയാ, നോക്കിയടാ, ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സ് എന്താ പറയാ, മുമ്പേ ഒന്നും നടന്നിട്ടില്ല. അപ്പൊ ഒക്കെ നടന്നിട്ടുള്ളത് ദാറ്റ് മീൻസ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തതും പേയ്മെന്റ് കിട്ടിയതൊക്കെ റേറ്റ് ഓഫ് ടാക്സ് മാറിയതിന്റെ ശേഷം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്ലിക്കബിൾ ടാക്സ് റേറ്റ് ഏതേക്കാരം? ന്യൂ റേറ്റ് ഓഫ് ടാക്സ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ നമ്മൾ കണ്ടെത്തണം ഓരോന്ന്. ഓക്കെ, ഫുള്ള് നോക്കിയിട്ട് നമുക്ക് അതിന്റെ ട്രിക്ക് വല്ലതും ഉണ്ടോ നോക്കാം. ഓക്കെ, അടുത്തത് സപ്ലൈ എന്ത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു ബിഫോർ റേറ്റ് മാറുന്നതിന് മുന്നേ തന്നെ സപ്ലൈ കംപ്ലീറ്റ് ചെയ്തു. ഇൻവോയ്സും ഇഷ്യൂ ചെയ്തു, പേയ്മെന്റ് കിട്ടിയിട്ടില്ല. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇൻവോയ്സ് ഡേറ്റ് എന്താണ്? അത് തന്നെയാണ് ടൈം ഓഫ് സപ്ലൈ. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ആണ് ടൈം ഓഫ് സപ്ലൈ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് ഏത് റേറ്റില്ല? ഓൾഡ് റേറ്റ് തന്നെയാണല്ലോ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പൊ അപ്ലിക്കബിൾ ടാക്സ് റേറ്റ് ഏതാ? ഓൾഡ് റേറ്റ് ഓഫ് ടാക്സ്. ഓക്കെ, അടുത്ത സാഹചര്യം സപ്ലൈ കംപ്ലീറ്റ് ചെയ്തു, യെസ്. ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല, പേയ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ എപ്പോൾ? ബിഫോർ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സ്. ടാക്സ് റേറ്റ് മാറുന്നതിന് മുന്നേ തന്നെ സപ്ലൈയും കംപ്ലീറ്റ് ചെയ്ത് എന്ത് ചെയ്ത് പേയ്മെന്റും കിട്ടി, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല? ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ടില്ല. ടൈം ഓഫ് സപ്ലൈ ഏതേക്കാരം വരിക? ഇൻവോയ്സ് ഡേറ്റ് ഓർ റിസീറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. അപ്പോൾ ഇവിടെ ഏതാണ്? ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് ആണ് എന്ത്? നമ്മുടെ ടൈം ഓഫ് സപ്ലൈ. ടൈം ഓഫ് സപ്ലൈ ഏതാ നോക്കുക. എടാ ഈ ടാക്സ് റേറ്റ് എങ്ങനെ വരിക? ടൈം ഓഫ് സപ്ലൈ അനുസരിച്ചാണ് വരിക അല്ലേ? ടൈം ഓഫ് സപ്ലൈ കണ്ടെത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് ടാക്സ് റേറ്റ് വരിക. ഇവിടെ ടൈം ഓഫ് സപ്ലൈ ഏതാ വരിക? റിസീറ്റ് ഓഫ് പേയ്മെന്റ് ആണ് ടൈം ഓഫ് സപ്ലൈ. അങ്ങനെയാണെങ്കിൽ റിസീറ്റ് ഓഫ് പേയ്മെന്റ് സമയത്ത് ഓൾഡ് റേറ്റ് ആണോ ന്യൂ റേറ്റ് ആണോ? ഓൾഡ് റേറ്റ് ആണ്. ഓൾഡ് റേറ്റിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? റിസീറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഓൾഡ് റേറ്റ് ആയിരിക്കും എന്ത്? അപ്ലിക്കബിൾ ടാക്സ് റേറ്റ്. ഓക്കെ, അടുത്തത് സപ്ലൈ കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ ടാക്സിന്റെ മുന്നേ എന്ത് ചെയ്തിട്ടില്ല? സപ്ലൈ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ സപ്ലൈ കംപ്ലീറ്റ് ചെയ്ത എപ്പോഴാണ്? ചേഞ്ച് ഇൻ ടാക്സിന് ശേഷം. ഇൻവോയ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ബിഫോർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ചേഞ്ച് ഇൻ ടാക്സിന് മുന്നേ തന്നെ ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തു. ദാറ്റ് മീൻസ് അതേപോലെ തന്നെ പേയ്മെന്റും എന്ത് ചെയ്തിട്ടുണ്ട്? ചേഞ്ച് ഇൻ ടാക്സിന് മുന്നേ തന്നെ പേയ്മെന്റും കിട്ടിയിട്ടുണ്ട്. സോ അവിടെ രണ്ടും നടന്നിട്ടുണ്ട്. ഇതിൽ ഏതാണോ ആദ്യം നടന്നത് അതാണ് ആദ്യം ടൈം ഓഫ് സപ്ലൈ കണ്ടെത്തുക. ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഇൻവോയ്സ് ഓർ റിസീറ്റ് ഓഫ് പേയ്മെന്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. അതാണ് ടൈം ഓഫ് സപ്ലൈ. ഇത് രണ്ടും നടന്ന് നോക്കടാ, ഓൾഡ് റേറ്റിലല്ലേ?
അല്ലെ ബിഫോർ അല്ലേ. സോ ഓൾഡ് റേറ്റ് ഓഫ് ടാക്സ് ആണ് എന്ത് ആപ്ലിക്കബിൾ ടാക്സ് റേറ്റ്. അപ്പം അങ്ങനെ കണ്ടെത്തണം. ബാക്കി ഞാൻ വായിക്കാൻ പറയണോ 5 6? ഇത് ഓക്കെ അല്ലേ? ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സ് ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നില്ല, കാരണം അങ്ങനെ ക്വസ്റ്റ്യൻസ് ഡ്രാഫ്റ്റ് ചെയ്തായിട്ട് ഞാൻ കണ്ടില്ല ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സിനെ കുറിച്ച്. ബട്ട് നമ്മളിത് അറിഞ്ഞിരിക്കണം, കാരണം സിലബസിൽ വരുന്നുണ്ട്. സോ മേ ബി അവർക്ക് ചോദിക്കാം, സിലബസിൽ വരുന്നതുകൊണ്ട് തന്നെ അവർക്ക് ചോദിക്കാൻ പറ്റും. വെദർ സെക്ഷൻ 14 ഈസ് ക്ലിയർ. ബാക്കി ഞാൻ വായിച്ചില്ല. അതേപോലെ കണ്ടെത്തുക എന്നുള്ളതാണ്. മീൻസ് നടന്നോ ഇല്ലേ നോക്കുക. അപ്പോൾ ആദ്യം ടൈം ഓഫ് സപ്ലൈ കണ്ടെത്തുക. ഇങ്ങനത്തെ സാഹചര്യം വന്നു കഴിഞ്ഞാൽ ടൈം ഓഫ് സപ്ലൈ കണ്ടെത്തുക. ടൈം ഓഫ് സപ്ലൈ കണ്ടെത്തിയതിന് ശേഷം ആ ടൈം ഓഫ് സപ്ലൈ ഏത് ന്യൂ റേറ്റിലാണോ ഓൾഡ് റേറ്റിലാണോ നോക്കുക. അത്രേ ഉള്ളൂ സംഭവം. ഈസ് ദിസ് ക്ലിയർ? യെസ് ഓർ നോ? അത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ആൻഡ് ദിസ് ടോപ്പിക് ഈസ് നോട്ട് റെലവൻറ്റ് ഫോർ CA ഇന്റർ. അടുത്ത് പറഞ്ഞോട്ടെ, ക്വസ്റ്റ്യനിലോട്ട് വെക്കോട്ടെ. അവിടെ ഒരു ചെറിയൊരു പീസും കൂടി പറയുന്നുണ്ട്. ഓക്കെ, റേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് ആയിട്ട് നമ്മൾ എന്താ കൺസിഡർ ചെയ്യുക? ബുക്കിൽ കാണിച്ച ഡേറ്റ് റേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് ഓർ ദി പേയ്മെന്റ് എൻറ്റേർഡ് ഇൻ ദി ബുക്സ്. ബാങ്കിൽ ക്രെഡിറ്റ് ആയ ഡേറ്റ് അല്ലെങ്കിൽ പേയ്മെന്റ് എൻ്റർ ചെയ്ത ഡേറ്റ്, അതാണ് സാധാരണ നമ്മൾ റേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് ആയിട്ട് എൻ്റർ ചെയ്യുക. ഇൻ കേസ് ഓഫ് ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സ് ആണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഇടയിൽ റേറ്റ് ഓഫ് ടാക്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇംപ്ലൈഡ് ആയിട്ട് പറയുകയാണ് ദ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് ഈസ് ദി ഡേറ്റ് ഓഫ് ക്രെഡിറ്റ് ഇൻ ദി ബാങ്ക് അക്കൗണ്ട് ഇഫ് സച്ച് ക്രെഡിറ്റ് ഈസ് ആഫ്റ്റർ 4 വർക്കിംഗ് ഡേയ്സ് ഫ്രം ദി ഡേറ്റ് ഓഫ് ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സ്. ഈ റേറ്റ് മാറിയിട്ട് 4 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്നുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് ആയ ഡേറ്റ് തന്നെയാണ് ഇംപ്ലൈഡ് ആയിട്ട് എടുക്കുന്ന ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് ആയിട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ചിലപ്പം കത്താൻ ചാൻസ് കുറവാണ്, അതേമാതിരി ഓർത്ത് വെക്കുക. കാരണം ഇതിന് സ്പെസിഫിക്കലി ക്വസ്റ്റ്യൻ കിട്ടിയാലേ സാധനം മനസ്സിലാവുള്ളൂ. കാരണം നിങ്ങൾക്ക് സ്പെസിഫിക്കലി ക്വസ്റ്റ്യൻ കണ്ടില്ല. ഫൈനൽ ലെവലിൽ ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ എന്താണ് ഒറ്റ കാര്യം ഇത് ഇങ്ങനെ അതേമാതിരി ഓർത്ത് വെച്ചാൽ മതി. എടാ, ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സ് വരികയാണെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് റിസീറ്റ് ഓഫ് പേയ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്ത ഡേറ്റ് തന്നെ ആയിരിക്കും. അവിടെ ഏർലിയർ ഒന്നും നോക്കൂല, ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്ത ഡേറ്റ് തന്നെ കൺസിഡർ ചെയ്യും. എപ്പോ? ആ ചേഞ്ച് ഓഫ് റേറ്റ് ഇൻ ടാക്സ് കഴിഞ്ഞിട്ട് 4 ദിവസം, ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് ടാക്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം 4 ദിവസം കഴിഞ്ഞിട്ടാണ് ബാങ്കിൽ ക്രെഡിറ്റ് ആവുന്നുണ്ടെങ്കിൽ ആ ഡേറ്റ് ആണ് എന്ത് ചെയ്യുക, മീൻസ് ആ ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്ത ഡേറ്റ് ആണ് എന്ത് ചെയ്യുക, റിസീറ്റ് ഓഫ് പേയ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതിന്റെ റെലവൻസ് എപ്പോഴാണ് വരിക? ഈ പോയിന്റിന്റെ ഇതുമായി ബന്ധപ്പെട്ട് ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് അതിൻ്റെ റെലവൻസ് വരിക. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഗ്രൂപ്പിൽ ഇടാൻ പറ്റുമോ എന്ന് നോക്കട്ടെ ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സുമായി ബന്ധപ്പെട്ട്. അല്ലെങ്കിൽ വി ക്യാൻ ഡു എ ക്വസ്റ്റ്യൻ ഇൻ നെക്സ്റ്റ് ക്ലാസ്. എനിക്ക് ക്വസ്റ്റ്യൻ തപ്പിയിട്ട് കിട്ടിയില്ല, ഇനി ഫൈനലിന് വല്ല ക്വസ്റ്റ്യൻ എടുത്തിട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് അങ്ങനെ നോക്കാം, ടോപ്പിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഐ വിൽ ട്രൈ. ഓക്കെ, ഒരു ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ഈ സാധനം വ്യക്തമാവും, എങ്ങനെയാണ് ഈ പറഞ്ഞ പ്രൊവിഷൻസ് വർക്ക് ചെയ്യാന്നുള്ളത്. ഓക്കെ, അത് ഡീലല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി ചേഞ്ച് ഇൻ റേറ്റ് ഓഫ് ടാക്സിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇസ് ദാറ്റ് ഓക്കെ? ഓക്കെ അല്ല? ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം അടുത്ത ക്ലാസ്സിൽ. ഇപ്പോൾ കോഡിങ് ക്വസ്റ്റ്യൻ കിട്ടിയില്ല ഇന്ന്, ഞാൻ ഒന്നും തപ്പിയാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടും. ഫൈനൽ ലെവലിന് ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ട് നമുക്ക് ചെയ്ത് നോക്കാം.